അലൈഹി വസല്ലം എന്നിങ്ങനെ പറയുമ്പോൾ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് ഇങ്ങനെ ഒന്ന് നോക്കും, ഇത് എവിടുന്ന് വരുന്ന സ്വലാത്താണ്. അപ്പൊ UAE-യിലെ ഇമാറാത്തിലെ ഷാർജയിലെ ICF-ന്റെ സദസ്സിൽ നിന്ന് വരുന്ന സ്വലാത്താണ് എന്ന് മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കണ്ട് ഞങ്ങളെ കൊണ്ട് സന്തോഷിക്കണം. അല്ലാഹു തആല ഭാഗ്യം തരട്ടെ. എത്ര പഠിച്ചാലും തീരാത്ത പഠനമാണ് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ചുള്ളത്. ഏറ്റവും കൂടുതൽ കടപ്പാടുള്ളതും ആ നേതാവിനോടാണ്. അവിടുത്തോടുള്ള കടപ്പാടിനേക്കാൾ കൂടുതൽ കടപ്പാട് വേറെയില്ല. വമാ അർസൽനാക ഇല്ലാ റഹ്മത്തൻ ലിൽ ആലമീൻ. ലോകങ്ങൾക്ക് അനുഗ്രഹമായിട്ടാണ് നബിയെ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നിയോഗിച്ചിട്ടുള്ളത് എന്ന് പരിശുദ്ധ ഖുർആനിൽ അല്ലാഹു തആല പറയുകയാണ്. എല്ലാവർക്കും അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ജീവിച്ചിരിപ്പുള്ളവർക്ക് മാത്രമല്ല, മരിച്ചവർക്കും അനുഗ്രഹമാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ധാരാളം ഉദാഹരണങ്ങൾ പറയാനുണ്ട്. ഒരൊറ്റ ഉദാഹരണം ഇന്നത്തെ സദസ്സിൽ പറയട്ടെ. വാഷ്റൂമിൽ പോയാൽ, ബാത്റൂമിൽ പോയാൽ, അവിടെ പോയി ഹാജത്ത് നിർവഹിക്കുന്ന സമയത്ത്, അവിടെയുള്ള ആവശ്യം നിർവഹിക്കുന്ന സമയത്ത് പോലും, നമ്മുടെ വീട്ടിലുള്ള ടോയ്ലറ്റ് ആണെങ്കിലും, നമ്മുടെ ബിൽഡിങ്ങിലുള്ള ബാത്റൂമിലാണെങ്കിലും വാഷ്റൂമിലാണെങ്കിലും അവിടെ ശ്രദ്ധിക്കേണ്ടുന്ന അദബുകൾ പറഞ്ഞ കൂട്ടത്തിൽ പണ്ഡിതന്മാര് പറഞ്ഞു, ഖിബലയിലേക്ക് മുന്നിടരുത്, ഖിബലയിൽ നിന്ന് ബാക്കോട്ട് തിരിയുകയും ചെയ്യരുത്. അത് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പഠിപ്പിച്ച അദബാണ്. മറുഭൂമിയിൽ മാത്രമല്ല, ടോയ്ലറ്റിലാണെങ്കിൽ പോലും, അതിനുവേണ്ടി ഒരുക്കി വെക്കപ്പെട്ട സ്ഥലത്താണെങ്കിൽ പോലും, അവിടെ ആവശ്യം നിർവഹിക്കുന്ന സമയത്ത് ഖിബലയിലേക്ക് മുന്നിടാൻ പാടില്ല, ഖിബലയിൽ നിന്ന് ബാക്കോട്ട് തിരിയാനും പാടില്ല. ആ രൂപത്തിലാണ്. അപ്പൊ നമ്മുടെ വീട്ടിലെ ടോയ്ലറ്റുകളൊക്കെ ഏത് രൂപത്തിലാണ് അതിന്റെ കമടുകൾ, അതല്ലെങ്കിൽ ക്ലോസറ്റുകൾ വെച്ചിട്ടുള്ളത് എന്ന് നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. അത് ഖിബലയിലേക്ക് മുന്നിടുന്ന കോലത്തിലും ആകരുത്, ഖിബലയിൽ നിന്ന് ബാക്കോട്ട് തിരിയണ കോലത്തിലും ആകരുത്. അതാണ് അദബ് എന്ന് പഠിപ്പിച്ചു റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ. എന്ന് പറഞ്ഞാൽ അങ്ങനെ ചെയ്യൽ കെട്ടിടത്തിലാകുമ്പോൾ അങ്ങനെ ചെയ്യൽ ഹറാമാണ് എന്നല്ല, ഹറാമൊന്നുമല്ല. പക്ഷെ അദബാണ്, അവിടുത്തെ മര്യാദ അങ്ങനെയാണ്. എന്നാൽ ചില ഉമ്മമാർ, ഇവിടെ ഉമ്മമാരും കൂടി വേദ കേൾക്കുന്നുണ്ടല്ലോ, ആ ഉമ്മമാര് ചെറിയ കുട്ടികളെ ടോയ്ലറ്റിൽ കൊണ്ടുപോയി ഇരുത്തും. ചെറിയ കുട്ടികൾക്ക് മുതിർന്ന ആളുകൾ ഉപയോഗിക്കുന്ന ആ ക്ലോസറ്റ് ഒന്നും ഉപയോഗിക്കാൻ കഴിയില്ലല്ലോ. അപ്പൊ അതിന് ഇന്ന് ആർട്ടിഫിഷ്യൽ കോലത്തിൽ ഒരു സാധനം ഇറങ്ങിയിട്ടുണ്ട്, അതിലിങ്ങനെ ഇരുത്തും. ആ ആവശ്യം നിർവഹിച്ചതിന് ശേഷം അത് വൃത്തിയാക്കും. അങ്ങനെയാണ് പതിവ്. ആ സമയത്ത് പോലും ആ ടോയ്ലറ്റിൽ കുട്ടിയെ ഇരുത്തുമ്പോൾ ഉമ്മമാർ പ്രത്യേകിച്ച് ശ്രദ്ധിക്കേണ്ടുന്ന അദബാണ്. ലാ തസ്തഖ്ബിലുൽ ഖിബ്ലത വലാ തസ്തദ്ബിറുഹാ. ഖിബലയിലേക്ക് മുന്നിടാനും പാടില്ല, ഖിബലയിൽ നിന്ന് തിരിയാനും പാടില്ല. ആ കോലത്തിലായിരിക്കണം കുട്ടികളെ ഇരുത്തേണ്ടത്. അത് പ്രത്യേകം പണ്ഡിതന്മാർ പറഞ്ഞു. ഇങ്ങനെ ഒരു അദബ് ഉണ്ടായിട്ട് പോലും, മനസ്സിലാക്കേണ്ട കാര്യം ഇനിയാ ഞാൻ പറയുന്നത്, ഇങ്ങനെ ഒരു അദബ് ഉണ്ടായിട്ട് പോലും ഹബീബായ അഷ്റഫുൽ ഖൽഖ് മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ആയിഷ ബീവി റളിയല്ലാഹു അൻഹ അല്ല ഹഫ്സ ബീവി റളിയല്ലാഹു അൻഹയുടെ വീട്ടിൽ ഇരിക്കുമ്പോൾ അവിടുന്ന് അതാ ആവശ്യം നിർവഹിക്കുന്ന സമയത്ത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ ഖിബല ബാക്കിൽ വരുന്ന കോലത്തിലാണ് ഇരുന്നത്. ഖിബലയിലേക്ക് മുന്നിട്ടിട്ടാണ് അല്ല, മറിച്ച് ഖിബല നേരെ ബാക്കിൽ വരുന്ന കോലത്തിലാണ് ഇരിക്കുന്നത്. പക്ഷേ അത് അദബിന് എതിരാണ്. എന്റെയും നിങ്ങളുടെയും ഹഖിൽ അത് അദബിന് എതിരാണ്. പക്ഷേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് അവിടെയുള്ള അദബിന് എതിര് ചെയ്തു എന്ന് പറയാൻ പറ്റൂല. കാരണം
ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അതവിടെ ചെയ്തത് ലിബയാനിൽ ജവാസ്, അങ്ങനെ ചെയ്യൽ അനുവദനീയമാണ്, അത് ഹറാമൊന്നുമല്ല കേട്ടോ, അനുവദനീയമാണെന്ന് ബോധ്യപ്പെടുത്താനാണ്. അഥവാ എന്റെ ഉമ്മത്ത് അവരൊരു ഹറാമ് ചെയ്തു പോയി എന്ന് സങ്കടപ്പെടുന്നതിന് പകരം അത് അനുവദനീയമാണ് എന്ന് കാരുണ്യത്തിന്റെ രൂപത്തിൽ മാലോകരെ അറിയിക്കുകയാണ് ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ. ഇനി ഒന്നും കൂടി പറയട്ടെ, അവിടുന്ന് സ്വഹാബത്തിനോടൊന്നിച്ച് നടന്നു പോകുമ്പോൾ തൊട്ടപ്പുറത്തുള്ള 2 ഖബറിന്റെ ഉള്ളിൽ നിന്ന് അതേ ശബ്ദം കേൾക്കുകയാണ്. കേൾക്കുന്നത് ആരാണ്? നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളാണ്. ഉടനെ സ്വഹാബത്തിനോട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഈ 2 ഖബറിന്റെ ഉള്ളിൽ ഖബറാളികൾ വല്ലാതെ ശിക്ഷിക്കപ്പെടുന്നു. പക്ഷേ ആ 2 പേരും ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത് ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ വലിയ തെറ്റ് ചെയ്തത് കൊണ്ടൊന്നുമല്ല. യഥാർത്ഥത്തിൽ അത് വലിയ തെറ്റ് തന്നെയാണ്, പക്ഷേ ജനങ്ങളുടെ കാഴ്ചപ്പാടിൽ അത് വലിയ തെറ്റല്ല. ജനങ്ങൾ അതൊക്കെ ചെറുതായി കാണുന്നതാണ്. ആ 2 തെറ്റിന്റെ പേരിലാണ് ഖബറാളികൾ ഈ ഖബറിൽ ശിക്ഷിക്കപ്പെടുന്നത്. അതിൽ ഒരാള് അദ്ദേഹം മൂത്രിച്ചാൽ ശരിയാം വണ്ണം വൃത്തിയാക്കാറില്ല, അതിന്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത്. മറ്റൊരാളോ അദ്ദേഹം ഏഷണി പറഞ്ഞ് നടക്കുന്ന ആളാണ്, അതിന്റെ പേരിലാണ് ശിക്ഷിക്കപ്പെടുന്നത്. ഇനി നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അത് പറഞ്ഞിട്ട് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടുന്ന് അങ്ങ് നടന്ന് നീങ്ങിയതല്ല, മറിച്ച് അവിടുന്ന് പച്ച പിടിച്ച തെയ്യങ്ങെടുക്കുകയാണ്. ഈ 2 ഖബറിൻ പുറത്ത് അതങ്ങ് വെച്ച് പിടിപ്പിക്കുന്നു. എന്നിട്ട് അവിടുന്ന് പറയാണ്, ഈ 2 അതേ തൈ കഷ്ണങ്ങൾ പച്ച പിടിച്ചിട്ടുള്ള കാലത്തോളം ഖബറിൽ കിടക്കുന്ന ഖബറാളിക്ക് ശിക്ഷ എങ്ങനെ ലഘൂകരിക്കപ്പെടുന്നു. അപ്പൊ ഖബറിൽ കിടക്കുന്ന ഖബറാളികൾക്ക് പോലും റഹ്മത്താണ്, കാരുണ്യമാണ്. ലോക നേതാവായ റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവിടുത്തെ റഹ്മത്തിനെ കുറിച്ച് പറഞ്ഞു തീർക്കാൻ കഴിയില്ലല്ലോ. ആ റഹ്മത്തുള്ള നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഖൽബിൽ കൊണ്ട് നടക്കണം. ഉള്ളത് UAE-യിലാണെങ്കിലും ഇമാറാത്തിലാണെങ്കിലും കർണാടകയിലാണെങ്കിലും കേരളത്തിലാണെങ്കിലും ഏത് സമയത്തും ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് അനുഭവിക്കണം, തങ്ങളെ അങ്ങ് ആസ്വദിക്കണം. അല്ലാഹു നമുക്കതിന് തൗഫീഖ് ചെയ്യട്ടെ. മുൻഗാമികളായ മഹാന്മാരെങ്ങനെയാണ്? അവർ തങ്ങളെ കുറിച്ച് നന്നായി പഠിച്ചു. ഇത് റബീഉൽ അവ്വൽ തുടങ്ങിയതല്ലേയുള്ളൂ. ഇന്നത്തെ സദസ്സിൽ ഞാൻ എന്നോടും നിങ്ങളോടും പറയാണ്, ഒരു കാര്യം ഞാനും നിങ്ങളും പഠിച്ചിരിക്കണം. ഒരൊറ്റ കാര്യമാണ് ഇന്നത്തെ സദസ്സിൽ പറയാനുള്ളത്. അതേ പഠിച്ചിരിക്കണമെന്ന് പറയാൻ കാരണം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ എത്ര കണ്ട് പഠിച്ചാലും മതിയാകൂല. പഠിച്ചിരിക്കേണ്ട കാര്യം എന്താണ്? ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ അതേ പിതാക്കന്മാരുടെ പരമ്പര, അതിന് അറബിയിൽ അന്നസബു ശരീഫു, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ആ മഹത്വമേറിയ പിതാക്കന്മാരുടെ പരമ്പരയുണ്ടല്ലോ, അതൊന്ന് കാണാതെ പഠിക്കണം. ഈ ഇരിക്കുന്ന എത്ര ആളുകൾക്കാണ് അതറിയുന്നത്? അതുപോലെ മറക്കപ്പുറത്തിരുന്ന് ഈ ബാധ കേൾക്കുന്ന ഈമാനുള്ള ഉമ്മമാരെ, സഹോദരിമാരെ, നിങ്ങളെ കൂട്ടത്തിൽ എത്ര ആളുകൾക്കാണ് അതറിയുന്നത്? അബൂഹു അബ്ദുല്ലാഹി അബ്ദുൽ മുത്തലിബ് വഹാശിമുൻ അബ്ദു മനാഫിൻ മുൻതസിബ് ഖുസൈ കിലാബും മുറത്തും കഅബുൽ ലുഐ ഗാലിബു ഫിഹ്റും മാലികുൻ നദറുൻ ഉഖൈ
കിനാനതുൻ ഖുസൈമതുൻ വമുദ്രിക ഇല്യാസു തുമ്മ മുളറുൻകും മുദ്രിക നിസാറുഹും മഅത്തുഹും അദ്നാനു തർതീബുഹും മതാബിഹി തിബിയാനു. മഹാന്മാരായ ഇമാമിയങ്ങൾ ഈ മഹത്വമേറിയ പരമ്പരയെ പറഞ്ഞിട്ട് മഹാന്മാർ പറയാണ്, വലാ സാല സലഫു യഹ്ഫദൂന, മുൻഗാമികളായ മഹത്തുക്കള് അവർക്ക് ഇത് കാണാതെ അറിയുമായിരുന്നു. ബാപ്പ ആരാണ്? അബ്ദുള്ള റളിയല്ലാഹു അൻഹു. ഓരോ ബാപ്പ ആരാണ്? അബ്ദുൽ മുത്തലിബാണ്. അങ്ങനെ അദ്നാൻ വരെയുള്ള പേരുകൾ കാണാതെ അറിയുമായിരുന്നു. ഞങ്ങളുടെ കൂട്ടത്തിൽ എത്ര ആളുകൾക്ക് അത് കാണാതെ അറിയണത്? പോരാ, ആ മുൻഗാമികൾക്ക് വേറൊരു സ്വഭാവം കൂടിയുണ്ട്. വയഅ്മുറൂന ഔലാദഹും ബിഹിഫ്ദിഹി വത്തബറുകി ബിഹി. ആ മുൻഗാമികൾ അവരുടെ മക്കളോട്, കുട്ടികളോട് അത് കാണാതെ പഠിക്കാൻ വേണ്ടി കൽപ്പിക്കാറുമുണ്ടായിരുന്നു. അത് കാണാതെ പഠിച്ചിട്ട് അതുകൊണ്ട് ബറക്കത്തെടുക്കാൻ വേണ്ടി കൽപ്പിക്കാറുണ്ടായിരുന്നു എന്ന് മഹാന്മാർ പറയാണ്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള മഹബ്ബത്തിന്റെ ഒരു ഭാഗമാണ് ബാപ്പാന്റെ പേര് അറിഞ്ഞാൽ മാത്രം പോരാ, ഉപ്പാപ്പമാരെ പേര് അറിയണം. അങ്ങനെ അദ്നാൻ വരെയുള്ള പരമ്പര അതൊന്ന് കാണാതെ പഠിക്കണം. ഇന്നത്തെ സദസ്സിൽ നിന്നൊരു തീരുമാനമെടുക്കണം. ഇവിടെ അങ്ങ് ഒരുമിച്ചു കൂടി പിരിഞ്ഞുപോയി എന്ത് കിട്ടി എന്ന് ചിന്തിക്കുമ്പോൾ എന്റെ ജീവിതത്തിൽ ഞാൻ അങ്ങ് കാണാതെ പഠിച്ചു അദ്നാൻ വരെയുള്ള ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ പിതാക്കന്മാരുടെ പരമ്പര ഞാനങ്ങ് കാണാതെ പഠിച്ചു. അത് ബാപ്പ പഠിച്ചാൽ മാത്രം പോരാ, ഉമ്മ പഠിച്ചാൽ മാത്രം പോരാ, സ്വന്തം മക്കളോട് അതങ്ങ് കാണാതെ പഠിക്കാൻ പറയണം. അത് വലിയ ബറക്കത്താണെന്ന് മഹത്തുക്കൾ പറഞ്ഞില്ലേ? ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത്, അപ്പൊ ആ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏത് സമയത്തും ഖൽബിലങ്ങ് കൊണ്ട് നടക്കണം. പറയട്ടെ, സ്നേഹത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗം അദബ് തന്നെയാണ്, ബഹുമാനം തന്നെയാണ്. തങ്ങളോട് നമുക്ക് സ്നേഹമുണ്ടെന്നത് ശരിയാണ്, പക്ഷേ ആദരവിന് എതിരായ സ്നേഹം, ബഹുമാനത്തിനെതിരായ സ്നേഹം ഒരിക്കലും ശറഅ് അംഗീകരിക്കൂല. ശറഅ് വിട്ടുകൊണ്ടൊരു സ്നേഹമില്ല, ഒരു മഹബ്ബത്തില്ല. ശറഇന്റെ നിയമം കൈവിട്ടുകൊണ്ടുള്ള പ്രണയമില്ല. ആ പ്രണയത്തിന് ഇസ്ലാമിൽ നിലയുമില്ല, വിലയുമില്ല, അതിനൊരു മൂല്യവുമില്ല. ഏറ്റവും സ്നേഹത്തിന്റെ പ്രധാനപ്പെട്ട അടയാളം അതാണ് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോട് വലിയ മഹബ്ബത്ത് ഉണ്ടാകുന്നതിന്റെ ഭാഗം അവിടത്തോടുള്ള ബഹുമാനമാണ്. ആ ബഹുമാനത്തിന്റെ ഭാഗമാണ് മദീനയോടുള്ള ബഹുമാനം. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ആദരവിന്റെ ഭാഗമാണ് അവിടുത്തെ മദ്ഹ് പറയുന്ന സദസ്സിനോടുള്ള ബഹുമാനം, സ്വലാത്തിനോടുള്ള ബഹുമാനം, മദീനയോടുള്ള ബഹുമാനം അതിന്റെ ഭാഗമാണെന്ന് പറഞ്ഞില്ലേ? ആ മദീനയിൽ പല തവണ പോകാൻ സാധുക്കളായ ഞങ്ങൾക്ക് അല്ലാഹുവേ ഈ മജ്ലിസിന്റെ ബറക്കത്ത് കൊണ്ട് നീ തൗഫീഖ് ചെയ്യണേ അല്ലാഹ്. മദീനയെ ബഹുമാനിക്കുന്നതിന്റെ ഭാഗം മുൻഗാമികളായ മഹാന്മാർ എത്രയാണ് മദീനയെ ബഹുമാനിച്ചത്, എത്രയാണ് അവര് മദീനയെ ആദരിച്ചത്. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുന്നതിന്റെ ഭാഗം അറിയുമോ നിങ്ങൾക്ക്? ജന്നത്തുൽ ബഖീയിൽ മറപ്പെട്ട് കിടക്കുന്ന വലിയ മഹാനുണ്ട്. ആരാണത്? അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഫർഊൻ റളിയല്ലാഹു അൻഹു. മഹാനവരികൾ അന്തിയുറങ്ങുന്നത് എവിടെയാണ്? ജന്നത്തുൽ ബഖീയിലാണ്. ആ ജന്നത്തുൽ ബഖീയിൽ കിടക്കാൻ ആഗ്രഹമുള്ളവരൊന്ന് കൈവക്ക് നോക്കട്ടെ. ജന്നത്തുൽ ബഖീൽ സത്യാണോ? നേരാണോ? ആണോ? അള്ളാഹു ഭാഗ്യം തരട്ടെ. വേറെ എവിടെങ്കിലും മരിക്കണോന്ന് ആഗ്രഹിക്കുന്ന ആളുണ്ടോ എന്ന് ചോദിച്ചാൽ കൈവക്കോ? എന്റെ കളസയിൽ വന്നിട്ട് മരിക്കണമെന്ന് ആഗ്രഹമുള്ള കൈവക്ക്. ഒറ്റൊരുത്തരും കൈവക്കണില്ല. ഏറ്റവും ചുരുങ്ങിയത് എന്നെ സന്തോഷിപ്പിക്കാനെങ്കിലും പൊക്കിയിട്ടില്ല. കാരണം
അത് അന്തി ഉറങ്ങണ കേസാ. അത് സന്തോഷിപ്പിക്കാനുള്ളതല്ല, അല്ലെ? അത് ചാടയല്ല, അത് കാര്യമാണ്. എന്നാൽ നിങ്ങൾ ആലോചിച്ചു നോക്ക്, ഈ പ്രണയത്തിന്റെ സദസ്സിൽ നിന്ന് ഒരുമിച്ച് കൂടിയ അനുരാഗികളോട് ചോദിച്ചപ്പോൾ ഓരോരുത്തർക്കും പറയാനുള്ളത് അതാണ്. ബഖീഇൽ കിടക്കണമെന്നുണ്ടോ? ജന്നത്തുൽ ബഖീ, മദീനയിലെ ഖബർസ്ഥാനാണല്ലോ ജന്നത്തുൽ ബഖീ. അവിടെ കിടക്കണമെന്ന് ആഗ്രഹമുള്ളവരെ കൈവക്ക് എന്ന് പറഞ്ഞപ്പോ എല്ലാരും അങ്ങ് വെക്കി, ഒരാളും വിടാതെ, ചെറിയ കുട്ടികളടക്കം. എന്നാൽ അതത്ര എളുപ്പമുള്ള കാര്യമൊന്നുമല്ല. ആഗ്രഹിച്ചത് കൊണ്ട് മാത്രം കിട്ടുന്ന കാര്യമൊന്നുമല്ല. എന്നാലും ആഗ്രഹിക്കുന്നതിന് തെറ്റില്ലല്ലോ, അല്ലെ? ആഗ്രഹിക്കുന്നതിന് തെറ്റില്ല. ബഹുമാനപ്പെട്ട ശൈഖ് ഇസ്സുദ്ദീൻ റഹ്മത്തുള്ളാഹി അലൈഹി എന്ന മഹാനരെ ചരിത്രം വായിച്ചു. മഹാനവരികളുടെ വലിയ ആഗ്രഹം എന്തായിരുന്നു എന്നറിയോ? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിമാരിൽ പോയി വഫാത്താകണമെന്ന് ആഗ്രഹം. അതിനു വേണ്ടി ഒരു പെണ്ണിനെ തന്നെ, ഭാര്യയെ തന്നെ ത്വലാഖ് ചൊല്ലി എന്നാ ചരിത്രം പറയണം. ഇനിയിപ്പോ ഇത് കേട്ടിട്ട് നിങ്ങൾ ആരും ഭാര്യമാരെ ത്വലാഖ് ചൊല്ലാനൊന്നും പോകണ്ട. ആ ത്വലാഖ് ചെല്ലാൻ പ്രധാനപ്പെട്ട ഒരു കാരണമുണ്ട്. അങ്ങനെയുണ്ടല്ലോ, കല്യാണം കഴിക്കുമ്പോഴും ബഹുമാനപ്പെട്ട ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹു എന്ന മഹാനുണ്ട്. ഷാഫി ഇമാമിന്റെ ശിഷ്യനാണ്, ബുഖാരി ഇമാമിന്റെ ഉസ്താദാണ്. സ്വഹീഹുൽ ബുഖാരി എന്ന ഹദീസിന്റെ കിതാബ് ബുഖാരി ഇമാം രചിക്കാൻ തന്നെ കാരണം എന്താണ്? ബഹുമാനപ്പെട്ട ഉസ്താദായ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി ഉസ്താദിന്റെ ക്ലാസ്സിലെ ഒരൊറ്റ വാക്കാണ്. ഇങ്ങോട്ട് നോക്കി, ഉസ്താദിന്റെ ക്ലാസ്സിലെ ഒരൊറ്റ വാക്കാണ്. ഉസ്താദ് ക്ലാസ് എടുത്തു കൊടുക്കുമ്പോൾ ശിഷ്യന്മാരോട് പറഞ്ഞു, ലൗ ജമഅതും കിതാബൻ സ്വഹീഹൻ ഫീ അഹാദീസ് റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, മുത്തുനബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ വിഷയത്തിൽ ഒരു ആധികാരികമായ കിതാബ് നിങ്ങൾ ഒരുമിച്ച് കൂട്ടിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു എന്ന് ഉസ്താദ് ശിഷ്യന്മാരോട് പറഞ്ഞപ്പോ ബുഖാരി ഇമാം പറയാണ്, ഫവഖഅ ദാലിക ഫീ ഖൽബി, അത് എന്റെ മനസ്സിൽ അങ്ങ് ഇരുന്നു പോയി എന്നാണ്. എന്റെ മനസ്സിൽ അങ്ങ് ഇരുന്നു പോയി. അന്ന് മുതൽ എന്റെ ആഗ്രഹമാണ് അങ്ങനെ ഒരു കിതാബ് രചിക്കണം. ആ കിതാബാണ് പിന്നീട് സ്വഹീഹുൽ ബുഖാരി ആയി രംഗത്ത് വരുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്. എന്നാൽ ആ ബുഖാരി ഇമാമിന്റെ ഉസ്താദായ ശാഫിഈ ഇമാമിന്റെ ശിഷ്യനായ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹു മഹാനവരികൾ ഒരു പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നു. നാട്ടുകാര് പലരെയും കാണിച്ചു, പക്ഷേ മഹാനവരികൾക്ക് താല്പര്യമില്ല. വളരെ പാവപ്പെട്ട ഒരു പെണ്ണിനെയാണ് കല്യാണം കഴിക്കാൻ ഒരുങ്ങുന്നത്. പിന്നീടാണ് നാട്ടുകാര് ചോദിക്കുന്നത്, നല്ല സാമ്പത്തിക ശേഷിയുള്ള പെൺകുട്ടികൾ ഉണ്ടായിട്ട് പോലും എന്തേ നിങ്ങളൊരു പാവപ്പെട്ട പെണ്ണിനെ കല്യാണം കഴിക്കുന്നത്? പോരാതെ മാത്രമല്ല, ആ പെണ്ണാണെങ്കിലോ ആദ്യത്തെ ഭർത്താവ് മരണപ്പെട്ടതിന് ശേഷം അതേ ഹിദ്ദ കഴിഞ്ഞിട്ടുള്ള പെണ്ണാണ്. അങ്ങനെ ആദ്യം ഒരു ഭർത്താവിന്റെ കൂടെ ജീവിച്ച ഒരു പെണ്ണാണ്. ആ പെണ്ണിനെ തന്നെ കല്യാണം കഴിക്കണം എന്തിനാണ് നിങ്ങൾ കൊതിച്ചത്? അപ്പൊ മഹാനവരികളുടെ മറുപടി, ആ പെണ്ണിന്റെ കയ്യിൽ ഇമാം ശാഫിഈ റളിയല്ലാഹു അൻഹുവിന്റെ ധാരാളം കിതാബുകൾ ഉണ്ട് കേട്ടോ. ആ സ്ത്രീയെ കല്യാണം കഴിച്ചാൽ ആ കിതാബ് എനിക്ക് കിട്ടുമല്ലോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ആ പെണ്ണിനെ കല്യാണം കഴിച്ചത്. എന്നിട്ട് മഹാനവരികൾ പറയാണ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ 4 കാരണം പറഞ്ഞിട്ടുണ്ട് ഒരു പെണ്ണിനെ കല്യാണം കഴിക്കുമ്പോ. അതിൽ മാലിഹ, പണത്തിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. വലി ജമാലിഹ, സൗന്ദര്യത്തിന്റെ പേര് പറഞ്ഞിട്ടുണ്ട്. വലി അസബിഹ, അതേ കുടുംബ മഹിമയുടെ പേര് പറഞ്ഞിട്ടുണ്ട്. വലി ദീനിഹ, ദീനിന്റെ പേരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഞാൻ ഒന്നും കൂടി പറയാണ്, മഹാനവരികൾ പറയാണ്, ഞാൻ ഈ പെണ്ണിനെ കല്യാണം കഴിച്ചതിൽ കുതുബിഹ, ഈ പെണ്ണിന്റെ കിതാബുകൾ കിട്ടാനാണ്. സത്യത്തിൽ അത് ദീനിന്റെ ഭാഗം തന്നെയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാത്തത് പറഞ്ഞതൊന്നുമല്ല. പക്ഷേ പറയട്ടെ, ആ ഇസ്ഹാഖ് ഇബ്നു റാഹവൈഹി റളിയല്ലാഹു അൻഹു ഒരു പെണ്ണിനെ കല്യാണം കഴിച്ചത് അങ്ങനെയാണെങ്കിൽ അറിയുമോ നിങ്ങൾ? ബഹുമാനപ്പെട്ട ഇസ്സുദ്ദീൻ റളിയല്ലാഹു അൻഹു മഹാനവരികൾക്ക് വലിയ ആഗ്രഹമാണ്, ഒന്ന് മദീനയിൽ പോയി കിടക്കണം, ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ജിവാറിൽ കിടക്കണം എന്ന് ആഗ്രഹിച്ചു എന്ന് മാത്രമല്ല, അതിന് തടസ്സം ഒരു അതേ സ്വന്തം ഭാര്യയാണെന്ന് അറിഞ്ഞപ്പോ ഒരൊറ്റ ദിവസം കൊണ്ട് കല്യാണം കഴിച്ച പെണ്ണിന് ത്വലാഖ് ചൊല്ലി. എന്തേ കാരണമെന്നറിയുമോ?
കല്യാണം കഴിച്ചു. ആദ്യത്തെ രാത്രി ഭാര്യന്റെ കൂടെ വന്ന് കിടക്കാൻ നോക്കിയപ്പോ ഭാര്യയുടെ ശരീരത്തിൽ മുഴുവനും ടാറ്റോകളാണ്. ഇന്ന് നിങ്ങൾ അതിനെന്താ പറയാന്നറിയില്ല. ടാറ്റോ എന്ന് പറഞ്ഞ മനസ്സിലായില്ലേ? എന്താ അതന്നെ ടാറ്റോ. കുട്ടികളൊക്കെ വേഗം തലയിട്ടാണ്. അതന്നെ. എന്താണ് അതങ്ങ് പറയാൻ കാരണം? അതേ സംഗതിയാണ്. എന്തേ അതങ്ങനെ പറയാൻ കാരണം? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അത് ശരിക്കും അതാ വിരോധിച്ചതാണ്. ഇസ്ലാം അത് വിരോധിച്ചതാണ്. ഒരു പെണ്ണിന്റെ ശരീരത്തിൽ അത് പതിയാൻ പാടില്ലെന്ന് മാത്രമല്ല, അങ്ങനെ പതിഞ്ഞിട്ടുള്ള പെണ്ണിനെ അല്ലാഹുവിന്റെ റസൂൽ ശപിച്ചിരിക്കുന്നു സല്ലല്ലാഹു അലൈഹി വസല്ലം. അത് പതിപ്പിച്ചവർ പോലും അവരെയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ശപിച്ചിരിക്കുന്നു കേട്ടോ. അല്ലാഹു ശപിച്ചിരിക്കുന്നു കേട്ടോ. അങ്ങനെ അല്ലാഹുവും അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം ശപിച്ചിട്ടുള്ള ഒരു പെണ്ണിന്റെ കൂടെ ജീവിക്കാൻ എന്നെ കൊണ്ട് കഴിയൂല, എന്നെ കിട്ടൂല. കാരണം എന്റെ ആഗ്രഹം അതേ മദീനയിൽ പോയി വഫാത്താകണം. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ചാരത്തങ്ങ് വഫാത്താകണമെന്നാണ്. പക്ഷേ ഇത്രയും വലിയ മഹാനായിട്ട് പോലും അവിടുന്ന് വഫാത്താകാനും മദീനയിൽ വഫാത്താകാൻ അവസരം കിട്ടിയില്ല. എവിടുന്നാണ് പിന്നീട് വഫാത്താകുന്നത്? മക്കയിലാണ്. കഅബ തവാഫ് ചെയ്യുന്നു. തവാഫ് ചെയ്ത് മത്വാഫിൽ നിന്ന് പുറത്തേക്ക് വരുന്നു. എന്നിട്ടാണ് മഹാനവരുകൾ മക്കയിൽ വഫാത്താകുന്നതെന്ന് ചരിത്രം പറഞ്ഞു. ഏത് ഇസ്സുദ്ദീൻ റളിയല്ലാഹു അൻഹു ആണെന്നറിയുമോ? മദീനത്തെ പള്ളിയിൽ റൗള ഷരീഫിന്റെ അതേ റൗള ഷരീഫിൽ വെച്ച് സ്വഹീഹുൽ ബുഖാരി എന്ന ഈ ഹദീസിന്റെ കിതാബ് ആഴ്ചയിൽ ഒരിക്കൽ ഫുള്ളായി ഓതി തീർക്കുന്ന മഹാനാണ്. ഓരോ ആഴ്ച പിന്നിടുമ്പോഴും സ്വഹീഹുൽ ബുഖാരി ഫുള്ളായി ഓതി തീർക്കുന്നു. അത്രയും വലിയ ഭാഗ്യം കിട്ടിയ മഹാനാണെന്ന് മാത്രമല്ല, മഹാനവരുകളോ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോടുള്ള ബഹുമാനം കൊണ്ട് അതേ നേരെ വരുന്നു, സലാം പറയുന്നു, വേഗം അവിടുന്ന് തന്നെ മടങ്ങി പോകുന്നു, ഉള്ളോട്ട് കയറുന്നില്ല. ഓരോരുത്തരും വന്ന് ചോദിക്കാണ്, എന്തേ ശൈഖ് ഇസ്സുദ്ദീൻ തങ്ങളെ മദീനത്തെ പള്ളിയിൽ കയറാത്തതെന്തേ? സലാം പറഞ്ഞ ഉടനെ മടങ്ങുന്നതെന്തേ? മഹാനവരുകളെ മറുപടി, അതിന് എനിക്ക് വല്ല അർഹതയുണ്ടോ? എനിക്ക് വല്ല യോഗ്യതയുണ്ടോ? വല്ല ക്വാളിഫിക്കേഷനുമുണ്ടോ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദറത്തിലേക്ക് ഞാനങ്ങ് കടന്നു ചെല്ലാൻ എനിക്ക് എന്ത് അർഹതയാണുള്ളത്? മഹാനവരുകളുടെ ചോദ്യമാണ്. ഇപ്പൊ കണ്ടില്ലേ, മദീനയിൽ പോകുന്ന ആളുകൾ പഴയതുപോലെയല്ലല്ലോ. നല്ല സൗകര്യമുള്ള സമയമാണ്, എപ്പോ വേണമെങ്കിലും പോകാം. റബീഉൽ അവ്വൽ 12 മദീനയിൽ പോകാൻ ആഗ്രഹിച്ചു നിൽക്കുന്നവരുണ്ട്, പോകാൻ ഒരുങ്ങി നിൽക്കുന്നവരുണ്ട്. ഏത് സമയത്ത് ചെന്നാലും നമ്മുടെ മുൻഗാമികളായ മഹത്തുക്കളെ കാണിച്ചു തന്ന അദബ്, ആ അദബ് വിട്ടിട്ടുള്ളൊരു പ്രണയം മദീനയോടും കാണിക്കാനില്ല. മദീനയിൽ വിശ്രമിക്കുന്ന റഹ്മത്തുൽ ലിൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് പോലും കാണിക്കാനില്ല. എന്തിന് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. ഇന്നൽ ഈമാന ലയരിസു ഇലൽ മദീനതി കമാ തരിസുൽ ഹയ്യതു ഇലാ ജുഹരിഹാ. അതൊക്കെ ശരി തന്നെയാണ്. ഈമാനുള്ള ആളുകൾ ഏത് സമയത്തും മദീനയിൽ പോകണമെന്ന് ആഗ്രഹിക്കുന്നു, മദീനയിൽ പോകണമെന്ന് കൊതിക്കുന്നു. എല്ലാം ശരിയാണ്. പക്ഷേ ആ മദീനയിൽ ഉണ്ടാകുമ്പോ വല്ലാത്ത ബഹുമാനം വേണം, വല്ലാത്ത ബഹുമാനവും വല്ലാത്ത ആദരവ് വേണോ. മഹത്തുക്കളൊക്കെ ചില മഹാന്മാരുടെയൊക്കെ ചരിത്രം വായിച്ചാല് ആ ചരിത്രത്തിലൊക്കെ കാണുന്നത് എന്താണെന്നറിയോ? ആ മഹാന്മാര് മദീനയിലങ്ങ് ചെന്നാൽ ഒരു മുഖം മൂടി ധരിച്ചിട്ടാ പോണത് എന്നാ പറയുന്നത്. ഒരു മുഖം മൂടി ധരിച്ചിട്ടാ പോകുന്നത്. പച്ചക്കുമ്പയിലേക്ക് നോക്കുന്നത് പ്രതിഫലം കിട്ടുന്ന കാര്യമാണ്. ഹുജറത്തു ഷരീഫ റൗള ഷരീഫിലേക്ക് നോക്കുന്നത്, ഹുജറയുടെ ഭാഗത്തേക്ക് നോക്കുന്നത്, അത് ഇബാദത്തുൻ അല്ലത്തി യുസാബു അലൈഹാ എന്നാ പറയണേ. അതിലേക്ക് നോക്കിയാൽ പ്രതിഫലം കിട്ടും. ഇബ്നു ഹജർ തങ്ങള് കിതാബുൽ ജൗഹർ, കിതാബുൽ ജവാഹിർ അങ്ങനെ പലതും പറയും. ആ കിതാബിലൊക്കെ പറഞ്ഞില്ലേ, ആ റൗള ഷരീഫിലേക്ക് നോക്കുന്നത് ഇബാദത്താണ്, പ്രതിഫലം കിട്ടും. ഒരാ പച്ചക്കുപ്പയിലേക്ക് നോക്കുന്നത്
ഇബാദത്താണ്. ഏതുപോലെ കൽ കഅബത്തിൽ മുശറഫ, മഹത്വമുള്ള കഅബയിലേക്ക് നോക്കിയാൽ പ്രതിഫലം കിട്ടുന്നത് പോലെ മദീനയിലെ റൗള ഷരീഫിലേക്ക് നോക്കുന്നത്, ഉജ്റത്തു ഷരീഫിലേക്ക് നോക്കുന്നത് പോരാ, പച്ചക്കുബയിലേക്ക് നോക്കുന്നത്, അതൊക്കെ ഇബാദത്താണെന്ന് മഹാന്മാർ പറയാണ്. അത് നോക്കിയാൽ പ്രതിഫലം കിട്ടും. ഒക്കെ ശരിയാണ്, അതൊക്കെ അറിയുന്നവരാണ് ഈ മഹത്തുക്കൾ. എന്നിട്ടും അവരങ്ങ് പോകുമ്പോ, ആ മദീനയിലങ്ങ് ചെല്ലുമ്പോൾ ഒരു മുഖം മൂടി അങ്ങ് ധരിക്കുകയാണ്. ആ മുഖം മൂടി ധരിച്ചിട്ടാണ് മദീനയിലോട്ട് പോകുന്നത്. എന്തേ നിങ്ങളെ മുഖം മൂടി ധരിക്കണത്? ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നിലേക്കൊന്നു നോക്കിയാൽ രണ്ട് ന്യായങ്ങളാണ് അവർ പറയുന്നത്. തങ്ങൾ എന്നിലേക്കൊന്നു നോക്കിയാൽ ഇവന് എന്റെ അരികിൽ വരാൻ എന്ത് അർഹതയാണുള്ളത് എന്നൊന്ന് ചിന്തിച്ചു പോയാലോ. മറ്റൊന്ന്, ഈ മദീനയിൽ ഞാൻ അങ്ങ് നിൽക്കുമ്പോൾ പലതും ഞാൻ കാണേണ്ടി വരും. അതിൽ പലതും ഞാൻ ഇഷ്ടപ്പെടാത്തതുണ്ടാകും. അത് കാണുമ്പോ എന്റെ ചിലപ്പോ ചിന്തയങ്ങ് ഡൈവേർട്ടായി പോകാൻ സാധ്യതയുണ്ട്. എന്റെ ഖൽബിൽ മദീനയിൽ ഉണ്ടാകുമ്പോ ലോക നേതാവായ റഹ്മത്തുൽ ആലമീൻ സയ്യിദുൽ വറാ നബി മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെയല്ലാതെ എന്റെ ഖൽബിൽ ഒരാളെയും ഞാൻ നിറക്കൂല. അപ്പൊ ഞാൻ അവിടുന്ന് പലതും കാണുമ്പോൾ എന്റെ ചിന്ത ചിലപ്പോ ഡൈവേർട്ടായി പോകാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് മുഖം മൂടി ധരിച്ചു പോയ എത്ര എത്ര മഹാന്മാരാണ്. ഞാൻ നേരത്തെ നിങ്ങളോട് ചോദിച്ചില്ലേ, ജന്നത്തുൽ ബഖീയിൽ കടക്കാൻ ആഗ്രഹമുണ്ടോ എന്ന് ചോദിച്ചില്ലേ? എന്തുകൊണ്ടാണ് നിങ്ങൾ കൈവക്കിയത്? ആ ജന്നത്തുൽ ബഖീയിൽ കിടന്നാൽ രണ്ട് ഗുണങ്ങളാണ്. അത് ഒന്നായിട്ട് തന്നെ പറയാൻ പറ്റും. ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, മൻ ദുഫിന ഫീ മഖ്ബറത്തിനാ ഹാദിഹി, ഞങ്ങളെ ഈ മഖ്ബറയിൽ വല്ല ഒരുത്തനെ മറവ് ചെയ്യപ്പെട്ടാൽ, ഏതാണ് ആ മഖ്ബറ? അത് ജന്നത്തുൽ ബഖീ ആണെന്ന് അയിമ്മത്ത് പറഞ്ഞു. ആ മഖ്ബറയിൽ വല്ല ഒരാളെ മറവ് ചെയ്യപ്പെട്ടാൽ ശഫഅനാ ലഹു ഔ ഷഹിദ്നാ ലഹു, ആ ജന്നത്തുൽ ബഖീയിൽ കിടക്കുന്ന ആൾക്ക് ഞാൻ ശഫാഅത്ത് ചെയ്യും കേട്ടോ. ആദ്യമായി ഞാൻ ശഫാഅത്ത് ചെയ്യുന്നത് ജന്നത്തുൽ ബഖീയിൽ, മദീനയിൽ ജന്നത്തുൽ ബഖീയിൽ ആരാണോ കിടക്കുന്നത് അവർക്കാണ് ഞാൻ ആദ്യമായി ശഫാഅത്ത് ചെയ്യുന്നത്. ആദ്യമായി അവർക്കാണ് ഞാൻ സാക്ഷി നിൽക്കുന്നത് എന്ന് ലോക നേതാവായ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞല്ലോ. അതുകൊണ്ട് അവിടെ ഒന്ന് കിടക്കണമെന്ന് ആഗ്രഹമാണ്, ആദ്യത്തെ ശഫാഅത്തിൽ ഒന്ന് പെടാൻ. പക്ഷേ അതിന് കുറെ അധ്വാനിക്കണം, കുറെ മെനക്കെടണം. സ്നേഹം ചെറിയ സ്നേഹം പോരാ, വല്ലാത്ത സ്നേഹം വേണം. ആ സ്നേഹം കാണിച്ച മഹാനാണ് ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു ഫർഹൂൻ റളിയല്ലാഹു അൻഹു. ജന്നത്തുൽ ബഖീയിലാണ് ചരിത്രം പറയുന്നു. വദുഫിന ബിൽ ബഖീഇ, ജന്നത്തുൽ ബഖീഇൽ മഹാനവറുകളെ മറവ് ചെയ്യപ്പെടുകയാണ്. എന്തേ ആ ഭാഗ്യം മഹാനവറുകൾക്ക് ലഭിക്കാൻ കാരണം? ചരിത്രത്തിൽ കാണാം, 60 വർഷക്കാലം, 1-2 വർഷങ്ങളല്ല, 60 വർഷക്കാലം മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചു എന്ന് മാത്രല്ല, ആ മദീനത്തെ പള്ളിയിലെ ഏറ്റവും ബഹുമാനമുള്ള ഭാഗം അത് റൗള ഷരീഫാണല്ലോ. ആ റൗള ഷരീഫിൽ നിസ്കരിച്ചു എന്ന് മാത്രമല്ല, റൗള ഷരീഫിലെ 1-ാം സഫിൽ വെച്ച് 60 വർഷക്കാലം ജമാഅത്തായി നിസ്കരിച്ച മഹാനാണ്. ഇന്ന് മദീനയിൽ പോയാൽ ചിലപ്പോൾ ചിന്തിക്കില്ലേ, എത്ര ആളുകളാണ് അവിടെ നിസ്കരിക്കുന്നത്, ഇവരെത്ര വലിയ ഭാഗ്യക്കാരാണ്. ഓരോ നിസ്കാരവും മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കുകയാണ്. ഞാനൊരാഴ്ചക്ക് നിൽക്കാൻ പോയതാണല്ലോ, ഒരു 10 ദിവസത്തിന് അവിടെ നിൽക്കാൻ പോയതാണല്ലോ. ഇവരൊക്കെ എത്ര ദിവസങ്ങളായി ഇവിടുന്ന് ഇങ്ങനെ നിസ്കരിക്കുകയാണ്. എന്നാൽ സുഹൃത്തുക്കളെ, യുവാക്കളെ, അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു ഫർഹൂൻ റളിയല്ലാഹു അൻഹു തങ്ങൾ 60 വർഷക്കാലമായി മദീനത്തെ പള്ളിയിലാണെന്ന് മാത്രമല്ല, റൗള ഷരീഫിലാണെന്ന് മാത്രമല്ല, ആ റൗള ഷരീഫിലെ 1-ാം സഫിൽ വെച്ച് മഹാനവറുകൾ നിസ്കരിക്കുന്നു. ഹജ്ജ്
ഹജ്ജിന് പോയ സമയത്ത് മാത്രമേ അദ്ദേഹത്തിന്റെ ആ നിസ്കാരം മുടങ്ങിയിട്ടുള്ളൂ. ബാക്കി 60 വർഷക്കാലവും മദീനത്തെ പള്ളിയിലെ റൗള ഷരീഫിലെ 1-ാം സഫിൽ വെച്ച് മഹാനവരുകൾ നിസ്കരിക്കുകയാണ്. എന്നിട്ടോ സുബഹി ജമാഅത്ത് പോലും 1-ാം സഫിലെ റൗള ഷരീഫിൽ ലഭിക്കുകയാണ്. അതിന് മഹാനവരുകൾ എന്താ ചെയ്യുന്നതെന്നറിയോ? മദീനത്തെ പള്ളിയുടെ വാതിലങ്ങ് തുറക്കപ്പെടുന്നതിന് മുമ്പ് അത്താഴ സമയമാകുമ്പോഴേക്ക് മദീനത്തെ പള്ളിയുടെ വാതിൽക്കൽ വന്ന് നിൽക്കുന്നു. തുറന്ന ഉടനെ മദീനത്തെ പള്ളിയിലോട്ടങ്ങ് കയറുന്നു. റൗള ഷരീഫിലെ 1-ാം സഫ് തെരഞ്ഞു പിടിക്കുന്നു. ജീവിതത്തിൽ 55 ഹജ്ജ് ചെയ്ത മഹാനാണ്. ആ ഹജ്ജിന്റെ വേളയിലല്ലാതെ മുഴു സമയവും 1-ാം സഫിലെ റൗളയിൽ വെച്ച് നിസ്കരിച്ച മഹാൻ തന്നെ. നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കൂ, നല്ല മരണം കിട്ടണ്ടേ? ഇന്നലെ മംഗലാപുരം എയർപോർട്ടിൽ നിൽക്കുന്ന സമയത്ത് മൈക്കാലത്തെ നന്റെ കർണാടകത്തങ്ങളൊട്ടിಗೆ നാ ചൊന്നോട്ടുള്ള മൈക്കാലത്തെ എയർപോർട്ടിൽ നാണിക്കുമ്പോ ബോർഡിംഗ് പാസ് കിട്ടിട്ട് ഇമിഗ്രേഷൻ കഴിഞ്ഞിട്ട് പിന്നെ വന്നിട്ട് നാനതാ ഫ്ലൈറ്റിൽ 10 പേനായിട്ട് കാത്തിട്ട് നിന്നോട്ടിക്കുമ്പോ ഒരു പാലക്കാര ഓടിട്ട് വന്ന ഉടുപ്പി ജില്ലടവണോട്ട് ചൊന്ന കർണാടക സ്റ്റേറ്റിലുള്ള ഉടുപ്പി ജില്ലടവണോട്ട് ചൊന്ന ഔണ്ടട്ട നാ കേട്ട നീನು സുറുവ ദുബായിക്ക് പോണ്ടോ? എന്താ ഇയാൾക്ക് എന്ത് പറ്റിയെന്നാ ഓരോരുത്തരും ചിന്തിക്കാൻ. അത് നേരത്തെ തങ്ങളപ്പ പോയോ? എഴുത്ത് തന്നിട്ട് തങ്ങളപ്പ പോയി. അപ്പൊ തങ്ങൾ എന്നോട് പറഞ്ഞതാ, ഒരു എഴുത്ത് കാണിച്ചിട്ട് പറഞ്ഞു കുറച്ച് കന്നഡയിൽ പറയാൻ. അത് കന്നഡ ഒന്നുമല്ല, ബ്യാരിയാണ്. അപ്പൊ ആ പറഞ്ഞത് അങ്ങനെ പറഞ്ഞത് നമ്മൾ അനുസരിക്കണല്ലോ എന്ന് പറഞ്ഞിട്ട് ഒരു 2 വാക്ക് പറഞ്ഞെന്നുള്ളൂ. ഇനിയിപ്പോ പറയില്ല, നിങ്ങൾ രക്ഷാക്കൊന്നും വേണ്ട. മംഗലാപുരം എയർപോർട്ടിൽ ഇരിക്കുന്ന സമയത്ത് ഒരു ചെറുപ്പക്കാരൻ വന്നു. ആ ചെറുപ്പക്കാരൻ എല്ലാരും കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്, യുവാക്കൾ മനസ്സിലാക്കാൻ വേണ്ടി ഞാൻ പറയാണ്. അപ്പൊ ആ ചെറുപ്പക്കാരൻ വന്നിട്ട് പറഞ്ഞു, പിന്നെ അടുത്തിരുന്നിട്ട് ആദ്യമായിട്ട് കാണുമ്പോ ഒക്കെ ചോദിക്കാം ഫോട്ടോ എടുക്കട്ടെ ഉസ്താദാണല്ലോ, ആദ്യമായിട്ട് ചോദിക്കാതാണല്ലോ. അപ്പൊ ഒക്കെ എല്ലാം സംസാരിച്ചുകൊണ്ടിരിക്കുമ്പോ ഞാൻ ഇവനോട് ചോദിച്ചു, ആദ്യമായിട്ടാണോ പോകണമെന്ന് ചോദിച്ചു. അതെ, ആദ്യമായിട്ടാ പോണ ഉസ്താദെ, നല്ലൊരു ജോലി വേണം. അങ്ങനെയാണ് ഇങ്ങോട്ട് വരുന്ന സമയത്ത് ആ ഫ്ലൈറ്റില് പിന്നെ പരിചയക്കാർ ഇഷ്ടം പോലെ ഉണ്ടാവും. അപ്പൊ അവരൊക്കെ പലതും പറയുന്നവരുണ്ടാവും. ജോലി മുടങ്ങിയവരുണ്ട്, പുതിയ ജോലി തേടാൻ പോകുന്നവരുണ്ട്, നല്ല ജോലി ഉള്ളവരുണ്ട്, എല്ലാം ഉണ്ട്, ശരിയാണ്. അപ്പൊ ഈ ചെറുപ്പക്കാരനോട് സംസാരിക്കുമ്പോ അവൻ പറഞ്ഞു, ഉസ്താദേ ആദ്യമായിട്ടാണ് പോകുന്നത്, വീട്ടിൽ വല്ലാത്ത പ്രാരാബ്ദങ്ങളുണ്ട്, അത് പിന്നെ സഹിക്കാൻ വയ്യാതെ പിന്നെ അങ്ങോട്ട് പോവാണ്. ബാപ്പ വർഷങ്ങളോളം UAE-യിലായിരുന്നു. ഈ ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞതാ, ബാപ്പ വർഷങ്ങളോളം UAE-യിലായിരുന്നു. ആ ബാപ്പ അവിടുന്ന് UAE-യിൽ സുജൂദിലാണ് മരിച്ചത്. എന്നിട്ട് ആ ബാപ്പാന്റെ ഖബറുള്ളത് ഇപ്പോഴും UAE-യിലാണ്. ഇപ്പൊ വീട്ടിൽ വല്ലാത്ത പ്രയാസാണ്, താങ്ങാൻ കഴിയാത്ത വിഷമാണ്, അതുകൊണ്ടാണ് ഞാൻ നിർബന്ധിതനായി വന്നത്. എന്നിട്ട് പറഞ്ഞു, താഴെ ഉസ്താദ് വണ്ടി ഇറങ്ങിയിട്ട് ഉള്ളോട്ട് കയറുമ്പോൾ ഉമ്മ അവിടുന്ന് ഉസ്താദിനെ കണ്ടു കാണും. അപ്പൊ ഉമ്മ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, നൗഫൽ സഖാഫി ഉസ്താദ് അങ്ങോട്ട് വന്നിട്ടുണ്ട്, നീ ഒന്ന് അവിടെ അടുത്തിരുത്തിയിട്ടൊന്ന് മന്ത്രിപ്പിക്കണം. ആ ഉമ്മ തെറ്റിദ്ധരിച്ചതാ, നമ്മളൊക്കെ മന്ത്രിച്ചാൽ ഫലം കാണുമെന്ന്. നമ്മള് ഉസ്താദുമാരോട് അങ്ങനെ മന്ത്രിക്കാനൊക്കെ പറയുമ്പോ അങ്ങനെ തെറ്റിദ്ധരിച്ച് പറഞ്ഞതാ. പക്ഷെ എന്നാലും അങ്ങനെ അവരൊരു സന്തോഷാണല്ലോ. മന്ത്രിക്കണത് നമ്മളാണെങ്കിലും ഖുർആനാണല്ലോ മന്ത്രിക്കുക, സ്വലാത്താണല്ലോ മന്ത്രിക്കുക. അപ്പൊ അത് പ്രതീക്ഷിച്ചങ്ങ് മന്ത്രിച്ചു കൊടുത്തു ഒരു ജോലി കിട്ടാൻ. ഞാൻ പറഞ്ഞു വരുന്നത്, അപ്പൊ ഈ ചെറുപ്പക്കാരൻ ഈ വിഷമങ്ങളൊക്കെ പറയുമ്പോ ആ ഉമ്മ പുറത്ത് നിന്ന് ഞാൻ അവിടെ എയർപോർട്ടിന്റെ അകത്തേക്ക് കയറുന്ന രംഗം ആ ഉമ്മ എന്നെ കാണുന്നു. മോനെ വിളിച്ചിട്ട് പറയുന്നു, ഉസ്താദ് അങ്ങോട്ട് വരുന്നുണ്ട്, ഉസ്താദിനോടൊന്ന് സംസാരിക്കണം, ദുആ ചെയ്യിപ്പിക്കണോ. പറയട്ടെ മക്കളെ, ഉമ്മമാരുടെയും ഉപ്പമാരുടെയും ഏറ്റവും വലിയ സങ്കടം എന്താണ്? അതേ, മക്കൾക്ക് ജോലി ഇല്ലാതെ ആയാൽ, ജോലി കിട്ടിയില്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പ്രയാസപ്പെടുന്ന ഉമ്മയും ബാപ്പയോ. ഈ ഉമ്മ അവിടുന്ന് വിളിച്ചു പറയാണ്. എന്നിട്ടോ ഇവൻ അടുത്തിരുന്നിട്ട് ഉപ്പാപ്പാനെ വിളിക്കാണ്. ഉമ്മാന്റെ ബാപ്പ എന്ന് തോന്നുന്നു, ഉപ്പാപ്പാനെ വിളിക്കാണ്. വിളിച്ചിട്ട് വീഡിയോ കോൾ ചെയ്ത് സംസാരിപ്പിക്കുകയാണ്. എന്നിട്ട് ആ ഉപ്പാപ്പ എന്നോട് പറയാണ്, ഉസ്താദേ അത് എന്റെ പേരക്കുട്ടിയാണ്, എന്റെ പുള്ളിയാണ്, ആ പേരക്കുട്ടിക്കൊന്ന് മന്ത്രിച്ചു കൊടുക്കണമെന്ന് ദുആ ചെയ്യണം, അവനൊരു നല്ല ജോലി കിട്ടേണ്ടതുണ്ട്. വലിയ പ്രതീക്ഷയോടെ UAE-യിലോട്ട് കടന്നു വരുന്ന യുവാക്കളെ, അല്ലാഹു നല്ല ജോലി തരട്ടെ.
ഉള്ള ജോലിയിൽ റബ്ബ് വലിയ ബറക്കത്ത് നൽകട്ടെ, വലിയ ഖൈർ നൽകട്ടെ. പ്രവാസികൾ എന്ന് പറഞ്ഞാൽ സ്വന്തം ജോലി ആവശ്യത്തിനാർത്ഥം UAE-യിലോട്ട് വന്നവരാണല്ലോ. നമ്മൾ ആരും ഇവിടെ ICF ഉണ്ടാക്കാൻ വന്നവരല്ല, RSC ഉണ്ടാക്കാൻ വന്നവരല്ല, KCF ഉണ്ടാക്കാൻ വന്നവരല്ല. നമ്മളതാ മഈശത്തിന്റെ വഴി തേടി പിടിച്ച് വന്നവരാണ്. വന്നപ്പോഴും നമുക്ക് നമ്മുടെ ദീന വിടാൻ കഴിയില്ല. ഇവിടുന്ന് അതാ ICF-യിലൂടെയും RSC-യിലൂടെയും KCF-യിലൂടെയും പ്രവർത്തിക്കുന്നു. പറയട്ടെ സഹപ്രവർത്തകരോട്, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഏറ്റവും കൂടുതൽ സന്തോഷിപ്പിക്കുന്ന പ്രവർത്തനമാണ് ദീനീ പ്രവർത്തനം കേട്ടോ. തങ്ങളെ സന്തോഷിപ്പിക്കുന്ന ഏറ്റവും നല്ല പ്രവർത്തനമാണ് ദീനീ പ്രവർത്തനം. ആ ദീനീ പ്രവർത്തനമാണ് നമ്മുടെ സംഘടനയിലൂടെ പ്രവർത്തിക്കുന്നത്. ഇന്നലെ ഇവിടെ ദുബായിൽ ഇറങ്ങി കൂട്ടാൻ വന്ന കൂട്ടുകാരോട് കാറിലിരുന്ന് അതാ ഉദ്ദേശിക്കുന്ന സ്ഥലത്തോട്ട് വരുമ്പോൾ കൂടെയുള്ള ആള് പറഞ്ഞു, ഒരു മഖബറയുടെ അരികിലൂടെ വരുമ്പോ, ഒരു ഖബർസ്ഥാന്റെ അരികിലൂടെ വരുമ്പോൾ കൂടെയുള്ള ആള് പറഞ്ഞു, ഇവിടെ നമ്മുടെ മദ്രസക്ക് വേണ്ടി പ്രവർത്തിച്ചിരുന്ന 2 നല്ല വ്യക്തിത്വങ്ങൾ ഇവിടെ കിടക്കുന്നു ഉസ്താദെ, നമുക്കൊന്ന് ഫാത്തിഹ ഓതിക്കൂടെ? അതാണ് സംഘടനാ പ്രവർത്തനത്തിന്റെ നേട്ടം. അവിടെ എത്ര ആളുകളാ കിടക്കുന്നത് നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അവരാർക്കും പരിചയമില്ല. ചിലപ്പോ നാട്ടിൽ നിന്ന് പലരും അവിടെ കിടക്കുന്നവരുണ്ടാകും, ആരെയും പരിചയമില്ല. പക്ഷേ ഈ 2 പേരെ പരിചയം വെച്ച് ഫാത്തിഹ ഓതി ഞങ്ങൾ ഇവിടുന്ന് വാഹനത്തിലിരുന്നു കൊണ്ട് തന്നെ അവരുടെ മഗ്ഫിറത്തിന് വേണ്ടി ദുആ ചെയ്യുമ്പോ മഖബറയിൽ അതേ മറപ്പെട്ട് കിടക്കുന്ന മുഴുവൻ ഖബറാളികൾക്കും ഞങ്ങൾ അവിടുന്ന് ദുആ ചെയ്തു. എന്തുകൊണ്ടാണ് ആ ദുആ അവർക്ക് ലഭിക്കാൻ കാരണം? ഈ 2 സ്നേഹജനങ്ങളാണ്. അവരിവിടെ അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി സംഘടനയിൽ ചേർന്ന് പ്രവർത്തിച്ചത് കൊണ്ടാണ്. നമ്മുടെ പ്രവർത്തനം ശക്തിപ്പെടുത്തണം. ഹബീബായ മുഹമ്മദുർ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സന്തോഷിപ്പിക്കാൻ പറ്റിയ ഏറ്റവും നല്ലതാണ് ദീനീ പ്രവർത്തനം. ഇരിക്കട്ടെ, ഞാൻ ഇപ്പോൾ അതിലേക്ക് കടക്കുന്നില്ല. ഞാൻ പറഞ്ഞ വിഷയം മറക്കണ്ട. ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഫർഊൻ റളിയല്ലാഹു അൻഹു മഹാനവരുകൾ എത്ര നല്ല മരണമാണ് മഹാനവരുകൾക്ക് ലഭിക്കുന്നത്. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. എന്തുകൊണ്ടാണ് ആ നല്ല മരണം ലഭിക്കുന്നത്? എന്തുകൊണ്ടാണ് ആ നല്ല മരണം ലഭിക്കുന്നത്? ഈ അടുത്ത് കണ്ണൂർ ജില്ലക്കാർ ഇവിടെ ഉണ്ടാകുമല്ലോ. ആ കണ്ണൂർ ജില്ലയിലെ ഒരു ഉസ്താദ് മരണപ്പെട്ടു. അബ്ദുള്ള കുട്ടി മഖ്ദൂമി ഉസ്താദ്, അല്ലാഹു മഗ്ഫിറത്ത് നൽകട്ടെ. കണ്ണൂർ ജില്ലയിലെ നന്നായി ദീനീ പ്രവർത്തനത്തിന് നേതൃത്വം നൽകിയിരുന്നവരാണ് അവര്. എങ്ങനെയാണ് വഫാത്താകുന്നത്? നല്ല ഒരു വീട് വേണമെന്ന് സ്വപ്നം കണ്ടു. നല്ലൊരു വീട് വേണമെന്ന് സ്വപ്നം കണ്ടു. വീട് പണിയങ്ങ് പൂർത്തിയാകാറായി. റബീഉൽ അവ്വലിനെ വരവേൽക്കാൻ കാത്തിരിക്കുകയാണ് ഉദ്ഘാടനത്തിന്. അപ്പോഴേക്ക് അല്ലാഹു തആല മടക്കി വിളിച്ചില്ലേ. അതുകൊണ്ട് മരിക്കാൻ ഒരുങ്ങിക്കോ. അത് ചിലപ്പോൾ ഷാർജയിലായിരിക്കും. നാട്ടിൽ മടങ്ങിയിട്ടേ മരണമുണ്ടെന്ന് തെറ്റിദ്ധരിക്കണ്ട. മരിക്കാൻ ഏത് സമയത്തും ഒരുങ്ങി നിൽക്കണം. പക്ഷേ മരിക്കുമ്പോ അബ്ദുല്ലാഹ് ഇബ്നു മുഹമ്മദ് ഇബ്നു ഫർഊൻ റളിയല്ലാഹു അൻഹു വഫാത്തായതുപോലെയൊന്ന് വഫാത്താകണം. അതാണ് ആരെയും കൊതിപ്പിക്കുന്ന മരണം. എങ്ങനെയാണ് വഫാത്താകുന്നത്? 55 ഹജ്ജ് ചെയ്തു. അവസാനത്തെ ഹജ്ജിന് പോയപ്പോ, അവസാനത്തെ ഹജ്ജങ്ങ് കഴിഞ്ഞപ്പോ മഹാനവരുകൾ അവിടുന്ന് പറയാണ്, ഹാദിഹി, ഇത് എന്റെ ഹജ്ജത്തുൽ വിദാഅാണ്. ഇത് എന്റെ അവസാനത്തെ ഹജ്ജാണ്. ഇനി അതിനപ്പുറം വേറെ ഒരു ഹജ്ജ് ചെയ്യാൻ എനിക്ക് അവസരമില്ല. ഇത് എന്റെ അവസാനത്തെ ഹജ്ജാണ് എന്ന് പറഞ്ഞ മഹാനവരുകൾ മദീനയിലേക്ക് മടങ്ങുകയാണ്. ഞാൻ പറഞ്ഞല്ലോ, 60 വർഷക്കാലം ഹജ്ജിന്റെ സമയമല്ലാത്ത മുഴു സമയവും എല്ലാ നിസ്കാരവും മദീനത്തെ പള്ളിയിൽ 1-ാം സഫിൽ റൗള ശരീഫിൽ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ മഹാൻ. 40 നിസ്കാരം മദീനത്തെ പള്ളിയിൽ കിട്ടിയാൽ തന്നെ അവന് 2 ശിക്ഷ, അത് അദാബിൽ നിന്ന് കാവലുണ്ട് എന്നല്ലേ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത്. 40 നിസ്കാരം മദീനത്തെ പള്ളിയിൽ നിസ്കരിച്ചാൽ തന്നെ
നരകത്തുനിന്ന് കാവലുണ്ടാകും, അദാബിന്ന് കാവലുണ്ടാകുന്ന. അള്ളാഹു ഭാഗ്യം തരട്ടെ, അള്ളാഹു തൗഫീഖ് ചെയ്യട്ടെ. മരിക്കുന്നതിന് മുമ്പ് ജോലിയുണ്ട്, കച്ചവടമുണ്ട്, എല്ലാം ഉണ്ട്, ശരിയാണ്. എന്നാലും മരിക്കുന്നതിന് മുമ്പ് ആ ഒരു അവസരം മുതലെടുക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. ഒരു 40 നിസ്കാരം മദീനത്തെ പള്ളിയിൽ ജമാഅത്തായി മദീനത്തെ പള്ളിയിൽ നിസ്കരിക്കണം. അള്ളാഹു ഭാഗ്യം തരട്ടെ. അതിന് എത്ര ദിവസം വെക്കേണ്ടി വരും? 8 ദിവസം ചുരുങ്ങിയ നിസ്കരിക്കേണ്ടി വരും. അപ്പൊ അതുകൊണ്ട് ഗവൺമെന്റ് എന്നൊക്കെ ഹജ്ജിന് പോയാൽ 9 ദിവസം മദീനയിൽ നിർത്തും. എന്തിന്? ഈ 40 നിസ്കാരം കിട്ടാനാണ്. അപ്പൊ 8 ദിവസമെങ്കിലും മദീനയിൽ നിന്നുകൊണ്ട് ഒരു 40 നിസ്കാരം മദീനത്തെ പള്ളിയിലെ നിസ്കാരം കിട്ടിയാൽ അവന്റെ നരകത്തിൽ നിന്നുള്ള മോചനം ലഭിക്കും, അല്ലാഹുവിന്റെ അദാബിൽ നിന്ന് മോചനം ലഭിക്കും. എന്നാൽ ഇതൊരു 40 നിസ്കാരത്തിന്റെ കണക്കാണോ? 60 വർഷക്കാലം ഹജ്ജിന്റെ സമയം ഒഴിച്ചാൽ ബാക്കി സമയങ്ങൾ മുഴുവനും ഒന്നാം സഫിൽ റൗള ശരീഫിൽ നിസ്കരിക്കാൻ ഭാഗ്യം കിട്ടിയ അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു ഫർഹൂൻ റളിയല്ലാഹു അൻഹു ഹജ്ജ് കഴിഞ്ഞു നേരെ മടങ്ങി വരികയാണ് മദീനയിലേക്ക്. രോഗം പിടികൂടുന്നു. അപ്പോഴേക്ക് മരണം അതാ മുന്നിൽ കണ്ടു. കൂടെയുള്ള കൂട്ടുകാരോട് തനിക്കൊരു ഖബർ കുഴിക്കാൻ വേണ്ടി പറഞ്ഞു. അതാ കൂട്ടുകാരങ്ങ് ഖബർ കുഴിക്കുകയാണ്. ഇനി അങ്ങോട്ട് മരണത്തിന് ഒരുങ്ങുകയാണ്. ഖൽബിൽ ഇഷ്കുണ്ട്, ജന്നത്തുൽ ബഖീൽ കിടക്കണമെന്ന വല്ലാത്ത ആഗ്രഹമുണ്ട്. ആ ആഗ്രഹം വെച്ചിട്ടാണ് 60 വർഷക്കാലം മദീനത്തെ പള്ളിയിലെ റൗള ശരീഫിലെ ഒന്നാം സഫിൽ നിസ്കരിച്ചത്. ആഗ്രഹിച്ചു കുത്തിരുന്നാ പോരല്ലോ, അതിന് ചെയ്യേണ്ടതെല്ലാം ചെയ്യേണ്ടതാണല്ലോ. എന്നിട്ടോ മഹാനവരികൾ അതാ രോഗം പിടികൂടുന്നു. ഖബർ കുഴിക്കാൻ പറഞ്ഞു. ഖബർ കുഴിക്കുന്നു. പിന്നീട് അതാ സ്വതക്ക ചെയ്യാറായി. മരണം വരെ സ്വതക്ക ചെയ്യുന്നു. ഫലമ്മാ ഹളറഹുൽ വഫാതു, മരണം ആസന്നമായപ്പോൾ സഹോദര പുത്രൻ അവിടെ വന്നു. ആ സഹോദര പുത്രൻ അവിടെ വന്നപ്പോൾ അവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കുകയാണ്. മരിക്കാൻ കിടക്കുന്ന ആൾക്ക് ലാ ഇലാഹ ഇല്ലല്ലാഹ് ചൊല്ലിക്കൊടുക്കണമെന്നുണ്ടല്ലോ. ആ സഹോദര പുത്രൻ അവിടെ നിന്ന് കലിമത്തു തൗഹീദ് ചൊല്ലിക്കൊടുക്കുകയാണ്. മഹാനവരികളുടെ മറുപടി എന്താണെന്നറിയുമോ? എനിക്ക് ചൊല്ലി പറഞ്ഞു തരേണ്ടുന്ന ആവശ്യമില്ല. ഞാനതൊന്നും ശ്രദ്ധിക്കാത്തയാളല്ലോ. മരിക്കുന്ന സമയത്ത് ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന കലിമ ചൊല്ലിയിട്ട് ജന്നത്തുൽ ബഖീൽ കടക്കണമെന്ന് ആഗ്രഹിച്ച് അതേ 60 വർഷക്കാലം റൗള ശരീഫിലെ ഒന്നാം സഫിൽ നിസ്കരിക്കണമെന്ന് വാശി പിടിച്ച് നിസ്കരിച്ച വ്യക്തിയാണ് ഞാനത് ചൊല്ലിയിട്ടേ മരിക്കൂ എന്ന് എനിക്ക് ഉറപ്പുണ്ടെന്ന് പറഞ്ഞ് മരിക്കണ സമയത്ത് ഉറക്കയങ്ങ് കലിമ ചൊല്ലിയിട്ട് മരണപ്പെടുകയും ജന്നത്തുൽ ബഖീൽ അന്തിയുറങ്ങുകയും ചെയ്യുന്ന ബഹുമാനപ്പെട്ട അബ്ദുല്ലാഹി ഇബ്നു മുഹമ്മദ് ഇബ്നു ഫർഹൂൻ റളിയല്ലാഹു അൻഹു മഹാനവരികളെ പിന്തുടർന്ന് ജീവിക്കുന്നവരാകണ്ടേ, അങ്ങനെ കൊതിക്കുന്നവരാകണ്ടേ. അതിന് എന്റെ കയ്യിൽ എന്തു സുന്നത്താ ഉള്ളത്? അഹ്മദ് ഇബ്നു ഹംബൽ തങ്ങളെ കേട്ടിട്ടില്ലേ റളിയല്ലാഹു അൻഹു? മഹാനവരികൾ ജീവിതകാലത്ത് ബിത്തീഖ് കഴിച്ചിട്ടില്ല എന്നാ പറയുന്നത്. വത്തക്ക കഴിച്ചിട്ടില്ല. ആളുകൾ വന്ന് ചോദിക്കുന്നു, എന്തേ നിങ്ങൾ കഴിക്കാത്തത്? മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾക്ക് വല്ലാത്ത ഇഷ്ടമുള്ള ഒരു ഫ്രൂട്ട് ആണല്ലോ അത്, എന്നിട്ടും എന്തേ കഴിക്കാത്തതെന്ന് ചോദിക്കുമ്പോ മഹാനവരികളെ മറുപടി, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം നിങ്ങൾ വത്തക്ക കഴിച്ച രൂപം എങ്ങനെയാണെന്ന് എനിക്കറിയില്ല. ആ രൂപം അറിയാത്തത് കൊണ്ട് എനിക്കത് കഴിക്കേണ്ടതില്ല എന്ന് പറഞ്ഞ അഹ്മദ് ഇബ്നു ഹംബൽ റളിയല്ലാഹു അൻഹു മഹാനവരികൾ എവിടെ കിടക്കുന്നു? ഞാനും നിങ്ങളും എവിടെ കിടക്കുന്നു? മറക്കപ്പുറത്തിരുന്ന ബാധ കേൾക്കുന്ന യുവതികളെ, പെൺകുട്ടികളോട് ഞാൻ പറയാണ്, മൈലാഞ്ചി വെക്കണ സ്വഭാവമില്ലേ? അത് പുരുഷന്മാർക്ക് കടുത്ത ഹറാമാണല്ലോ. മൈലാഞ്ചി പുരുഷന്മാരാരെങ്കിലും വെക്കാറുണ്ടോ? ഇല്ലല്ലേ? അല്ലേ? അങ്ങനെ അത് ചെറിയ മക്കൾക്കാണെങ്കിലും അങ്ങനെയാണ്. ചെറിയ കുട്ടികളാണെങ്കിലും അവർക്കിപ്പോ പിന്നെ ആ നിഷിദ്ധമായ നിയമമൊന്നും ഓർക്ക് വന്നിട്ടില്ലെങ്കിലും ചെറിയ ആൺകുട്ടികളാണെങ്കിൽ അവരിൽ അത് ശീലിപ്പിക്കരുത്. അങ്ങനെയാണ്. അങ്ങനെ ഒരു സ്വഭാവമൊക്കെ ഉണ്ടല്ലോ. ആഭരണം ധരിപ്പിക്കുക,
പ്രസവിച്ച ഉടനെ എന്നാൽ ഒരാൾ നിങ്ങൾ ഇവിടുന്ന് തന്നെ ഈ പരിസരത്ത് നിന്ന് ഒരാൾ വിളിച്ചിട്ട് ചോദിച്ചു, അങ്ങനെയൊക്കെ ആൺകുട്ടിയാണ്, സന്തോഷത്തിൽ ഒരു സ്വർണത്തിന്റെ മാല ഒന്ന് ഇട്ടുകൂടെ? അങ്ങനെ ഇടുന്നതിന് വിരോധമൊന്നുമില്ലല്ലോ, എന്താ പ്രായപൂർത്തിയായിട്ടൊന്നുമില്ല, നിയമം വന്നിട്ടൊന്നുമില്ല ആ കുട്ടിക്ക്. എന്നാലും ഇപ്പൊ തന്നെ നമ്മളത് ശീലിപ്പിക്കേണ്ട. കുട്ടിക്കാലം മുതൽക്ക് തന്നെ നമ്മളത് അതിങ്ങനെ ശീലിപ്പിച്ച് വന്നാൽ പിന്നെ വലുതാവുമ്പോ ഇപ്പൊ കണ്ടില്ല ചില ആളുകൾ ഇങ്ങനെ സ്വർണത്തിന് മാലൊക്കെ ഇട്ട് കിടക്കുന്ന ചില സ്ഥലത്ത് ഇപ്പോഴും ഉണ്ട്. അപ്പൊ അങ്ങനെ ശീലിപ്പിക്കൊന്നും വേണ്ട. അപ്പൊ ഈ മൈലാഞ്ചി ഇടുന്ന ഇസ്ലാമിന്റെ വിധി എന്താണ്? ആ മൈലാഞ്ചി ഇടുമ്പോ മഹാന്മാർ പറഞ്ഞു, സ്ത്രീകൾക്ക് തന്നെ ഹറാമായ നിയമമുണ്ട്, സുന്നത്തായ നിയമമുണ്ട്, കറാഹത്തായ നിയമമുണ്ട്. അതിൽ ഹറാമായ നിയമം ഏതാണ്? അത് ഇദ്ദയിലിരിക്കുന്ന സമയത്ത് ഭർത്താവ് മരിച്ചു, അല്ലെങ്കിൽ ഇദ്ദയിലിരിക്കേണ്ട സമയമാണ്, ആ ഇദ്ദയിലിരിക്കുന്ന സമയത്ത് പെണ്ണ് മൈലാഞ്ചി ഇടാൻ പാടില്ല, ഹറാമാണ്. സുന്നത്തായ സമയം എപ്പോഴാണ്? ഒരു ഭർത്താവിന്റെ കീഴിലുള്ള ഒരു പെണ്ണാണോ, ഒരു സൗജിന്റെ കീഴിലുള്ള ഒരു പെണ്ണാണോ, അപ്പൊ ഒരു ഭാര്യയായിട്ട് കഴിയുന്ന ഒരു പെണ്ണാണോ, എന്നാ സുന്നത്താണ്. എന്നാൽ പെണ്ണാണ്, പെൺകുട്ടിയാണ്, പക്ഷേ ഭർത്താവിന്റെ കീഴിലൊന്നുമല്ല, ഭർത്താവൊന്നുമില്ല, അഥവാ കല്യാണം കഴിച്ചിട്ടൊന്നുമില്ല എങ്കിൽ മഹാന്മാർ പറഞ്ഞു കറാഹത്താണ്. എന്താ കറാഹത്ത് എന്ന് പറഞ്ഞാൽ? കറാഹത്ത് എന്ന് പറഞ്ഞാൽ ചെയ്താൽ ശിക്ഷ ഒന്നുമില്ല, ചെയ്തില്ലെങ്കിൽ കൂലി കിട്ടും. അപ്പൊ പെരുന്നാളിന്റെ സമയത്തൊക്കെ മൈലാഞ്ചി വെക്കണ കാര്യം നമ്മളൊക്കെ ചിന്തിക്കേണ്ടതാണ്. നമ്മുടെ വീടുകളിൽ ആരെ വെക്കേണ്ടത് ആരെ വെക്കരുത് എന്നൊക്കെ നമ്മൾ ആലോചിക്കേണ്ടതാണ്. ഇരിക്കട്ടെ, ഞാനിപ്പോ അതിലേക്ക് കടക്കണില്ല. കുടുംബത്തിലൊരു പെണ്ണിന്റെ കല്യാണം വരുമ്പോ അവിടെ മൈലാഞ്ചി പിന്നെ വെക്കുന്ന സമയത്ത് ആർക്കൊക്കെ വെക്കാൻ പറ്റും, ആരൊക്കെ വെക്കുന്നത് കറാത്താണ് എന്ന് നമ്മൾ ആലോചിക്കണം. ഞാൻ പറഞ്ഞു വന്നത് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട നിദാനം എന്താണ്? ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹി, ഇത്തിബാഉ സുന്നത്തി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ സുന്നത്ത് ഫോളോ ചെയ്യണമെന്നാണ്. അതാ ഇന്ന് ഞാൻ ഒരു വീട്ടിലിരിക്കുന്ന സമയത്ത് അവിടെ ഒരു പുസ്തകം കണ്ടു. ശൈഖുനാ സുൽത്താനുൽ ഉലമാ അല്ലാഹു ആഫിയത്തുള്ള ദീർഘായുസ് നൽകട്ടെ, ഉസ്താദിന്റെ വിശ്വാസപൂർവം എന്ന പുസ്തകമാണ്. അത് മെല്ലെ അങ്ങ് തുറന്നു നോക്കിയപ്പോൾ അതാ ഉസ്താദ് സ്വഹീഹുൽ ബുഖാരിയുടെ അനുഭവം പറയുകയാണ്. നമുക്ക് അഭിമാനിക്കാമല്ലോ, നമ്മുടെ ഒന്നരായ ശൈഖുനാ ഉസ്താദിന് അല്ലാഹു നൽകിയ വലിയ അവസരമാണ് സ്വഹീഹുൽ ബുഖാരി. ജീവിതകാലത്ത് ധാരാളം ഓതിക്കൊടുക്കാൻ അല്ലാഹു അവസരം കൊടുത്തു. അല്ലാഹു ആ അവസരം ഒരുപാട് കാലം നല്ല ആഫിയത്തോടുകൂടെ അല്ലാഹു നിലനിർത്തട്ടെ. എന്നാൽ അറിയുമോ, ഉസ്താദ് അവർക്ക് അത്രയും വലിയ സ്ഥാനം ലഭിക്കാനുള്ള കാരണം എന്താണ്? ഒരുപാട് കാരണം പലർക്കും പറയാനുണ്ട്. എന്നാൽ ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു മഹാനവരികൾ പറയുന്ന ഒരു കാരണമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാൻ അങ്ങ് മനാമിൽ കണ്ടു. സ്വപ്നം കണ്ടപ്പോ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, അതദരി ലിമ റഫഅകല്ലാഹു ബൈന അഖറാനിക. അല്ലയോ ബിശ്ർ എന്നവരെ റളിയല്ലാഹു അൻഹു, നിങ്ങളുടെ കൂട്ടുകാർക്കിടയിൽ അല്ലാഹു എന്തിനാണ് നിങ്ങൾക്ക് വലിയ പദവി തന്നത് എന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ഒരുപാട് സമകാലികര് നിങ്ങൾക്കിടയിൽ ഉണ്ടല്ലോ, അവർക്കാർക്കും ലഭിക്കാത്ത വലിയ പവർ അല്ലാഹു തആല നിങ്ങൾക്ക് തന്നുവല്ലോ. അതെന്തേ കാരണമെന്ന് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടോ? ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു തങ്ങൾ പറയാണ്, ലാ യാ റസൂലല്ലാഹ് സല്ലല്ലാഹു അലൈഹി വസല്ലം, ഇല്ല നബിയേ, എനിക്ക് മനസ്സിലായിട്ടില്ല. ഉടനെ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറയാണ്, അതിന് 2-3 കാരണങ്ങളുണ്ട്. 2-3 കാരണങ്ങളുണ്ട്. ആ 2-3 കാരണങ്ങൾ എന്റെ ജീവിതത്തിലും നിങ്ങളുടെ ജീവിതത്തിലും ഉണ്ടായാൽ ഉറപ്പാണ് നമുക്ക് അല്ലാഹു തആല ദുനിയാവിലും ആഖിറത്തിലും വലിയ ഉയർച്ച തരും, സംശയമില്ല. ആ 3 കാരണങ്ങൾ പറഞ്ഞ കൂട്ടത്തിൽ ഒന്നാമതായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു കൊടുക്കുകയാണ്, ബിത്തിബാഇക ലിസുന്നതി. എന്റെ സുന്നത്ത് നിങ്ങളുടെ ജീവിതത്തിൽ ധാരാളം പ്രവർത്തിച്ചവരാണല്ലോ, എന്നെ പിന്തുടർന്ന് ജീവിച്ചവരാണല്ലോ. ഇനി രണ്ടാമത്തെ കാരണം എന്താണ്? വഖിദ്മതിക ലിസ്സാലിഹീൻ. സ്വാലിഹീങ്ങൾക്ക് ധാരാളം ഖിദ്മത്ത് ചെയ്തവരാണ് നിങ്ങൾ. പ്രവാസികൾ അങ്ങനെയാണല്ലോ, അല്ലാഹു തആല വലിയ ബർക്കത്ത് അല്ലേ. നാട്ടില് സാദാത്തുക്കളെയും ആലിമീങ്ങളെയും ഒക്കെ പരിചയപ്പെടുന്നതും ബന്ധം സ്ഥാപിക്കുന്നതിലുപരി ഏറ്റവും കൂടുതൽ പരിചയപ്പെടുന്നതും ബന്ധം സ്ഥാപിക്കുന്നതും ഇവിടുന്നാണ്.
ആണോ അല്ലേ? ആണ്. നിങ്ങളെങ്കാലും നാട്ടിലെത്തിയാൽ തന്നെ അവിടെ ഇപ്പൊ ഷെയ്ഖുനാനെ കാണാൻ പോവാണെങ്കിൽ, അല്ലെങ്കിൽ നമ്മുടെ നേതാക്കന്മാരെ കാണാൻ പോവാണെങ്കിൽ നിങ്ങൾ അവിടുന്ന് പറയും, ഞാൻ ഷാർജ ICF-ന്റെ അല്ലെ, ഞാന് മറ്റേ ഷാർജ RS-ന്റെ, പിന്നെ എന്റെ നാട്ടുകാരാണെങ്കിൽ നമ്മളൊന്ന് പറയും, നമ്മൾ പിന്നെ ഷാർജ KCF-ന്റെ. ശരി, വേണ്ട അല്ലെ, അങ്ങനെയല്ലേ പറയാം. എന്താ കാരണം? ഇവിടെ അവരൊക്കെ വരുമ്പോ അവർക്ക് ഖിദ്മത്ത് ചെയ്യുന്നവരാണ്. ഇവിടെ എത്രയോ വീടുകളുണ്ട്, ആ വീട്ടിൽ എത്രയോ പുരുഷന്മാരുണ്ട്, ഉമ്മമാരുണ്ട്, സഹോദരിമാരുണ്ട്. സാദാത്തുക്കൾ വന്നാൽ, ആലിമീങ്ങൾ വന്നാൽ അവർക്ക് ഖിദ്മത്ത് ചെയ്യാണ്, ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കുകയാണ്. ഇന്നും ഞാൻ ഇവിടെ വന്നപ്പോൾ പോയി താമസിച്ച വീട്, ഭക്ഷണം കഴിച്ച വീടുണ്ട്. അള്ളാഹു അവർക്കും നമുക്കൊക്കെ അള്ളാഹു വലിയ ബർക്കത്ത് ചെയ്യട്ടെ. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞു വന്നത് സ്വാലിഹീങ്ങൾക്ക് ഖിദ്മത്ത് എടുക്കുക എന്നത് അള്ളാഹു തആല നമുക്ക് ജനങ്ങൾക്കിടയിൽ വലിയ ഉയർച്ച നൽകാൻ കാരണമാണ്. മൂന്നാമതായി ബിശ്റുൽ ഹാഫി റളിയല്ലാഹു അൻഹു പറഞ്ഞു, മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു, വമഹബ്ബതിക ലി അസ്ഹാബി വഅഹ്ലി ബൈതി, എന്റെ സ്വഹാബത്തിനോടുള്ള നിങ്ങളുടെ സ്നേഹം, എന്റെ അഹ്ലി ബൈത്തിനോടുള്ള നിങ്ങളുടെ സ്നേഹം, ഈ മൂന്ന് കാരണമാണ് നിങ്ങൾക്ക് അല്ലാഹു തആല കൂട്ടുകാർക്കിടയിൽ വലിയ പവർ അല്ലാഹു തരാൻ കാരണം എന്ന് സയ്യിദുനാ റസൂലുള്ളാഹി. വിശ്വാസപൂർവം എന്ന പുസ്തകം ഞാൻ ഇങ്ങനെ മെല്ലെ വായിക്കുമ്പോൾ അതിലതാ ഞാൻ ഇങ്ങനെ നോക്കി ശൈഖുനയുടെ ബുഖാരി ക്ലാസിന്റെ അനുഭവം, ആ ഭാഗം മെല്ലെ അങ്ങ് വായിച്ചപ്പോൾ അവിടുന്ന് പറയാണ്, ഉസ്താദ് ബുഖാരി ക്ലാസ് കേട്ടത് എവിടുന്നാണ്? അതേ ബാഖിയാത്തിൽ നിന്നാണ്. ആ ബാഖിയാത്തിൽ 3 വർഷക്കാലം അവിടുന്ന് അതാ പഠിച്ചപ്പോൾ ആ 3 വർഷത്തിനിടയിൽ സ്വഹീഹുൽ ബുഖാരി ക്ലാസ് കേൾക്കുകയാണ്. ആരിൽ നിന്നാണ് ക്ലാസ് കേൾക്കുന്നത്? അതേ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് എന്നവരിൽ നിന്നാണ്. ആ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് എന്നവരിൽ നിന്നാണ് ക്ലാസ് കേൾക്കുന്നത്. ആ ക്ലാസ് കേൾക്കുമ്പോൾ അവിടുന്ന് ഷെയ്ഖ് ഹസൻ ഹസ്രത്തിന് ഖിദ്മത്ത് ചെയ്യുന്ന മഹാനാണ് നമ്മുടെ നേതൃത്വമായ ശൈഖുനാ സുൽത്താനുൽ ഉലമാ. അല്ലാഹു ആ കരങ്ങൾക്ക് ശക്തി പകർന്നു കൊടുക്കട്ടെ. എന്നിട്ട് അവിടുന്ന് പറയാണ്, അതേ രാത്രി സമയത്ത് അങ്ങ് കിടന്നുറങ്ങിയാൽ ഇടക്ക് സുബഹിക്ക് മുമ്പായി ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് അങ്ങ് ഉണരും. ആ സമയത്ത് തഹജ്ജുദ് നിസ്കാരത്തിന് ഉളൂഇന് വെള്ളം വേണം. താഴെ ഞാൻ അങ്ങ് പോകും. ഞാനാണ് ആ സമയത്ത് ഉണരുക. എന്നിട്ടോ താഴെ ടാപ്പിൽ നിന്ന് വെള്ളം കൊണ്ടുവരും. ആ വെള്ളം കൊണ്ടുവന്ന് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് എന്നവർക്ക് ഞാൻ അങ്ങ് നൽകും. അതിലൂടെ ഉളുവെടുത്തിട്ടാണ് മഹാനവരുകൾ തഹജ്ജുദ് നിസ്കരിക്കുന്നത്. ആ ഖിദ്മത്ത് ചെയ്ത മഹാൻ സ്വന്തം ഉസ്താദിന് ഖിദ്മത്ത് ചെയ്ത മഹാനാണ്. അതുകൊണ്ടല്ലേ ലിമ റഫഅകല്ലാഹു ബൈന അഖ്റാനിക, സമകാലികർക്കിടയിൽ അല്ലാഹു തആല ഉസ്താദിന് വലിയ പദവി കൊടുക്കാൻ കാരണം ഒന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിനോട് വല്ലാത്ത ബഹുമാനമാണ്. അതുകൊണ്ടല്ലേ സ്വർഗത്തിൽ പോയാൽ എന്ത് വേണം അവസരം ലഭിക്കാൻ ചോദിച്ചാൽ അവിടുന്ന് ഞാനങ്ങ് പറയും, എനിക്ക് കുറച്ച് കുട്ടികൾ വേണം, സ്വഹീഹുൽ ബുഖാരി അങ്ങ് ഓതി കൊടുക്കാൻ അവസരം വേണോ? ആ ഉയർച്ചയാണ് മഹാനവരുകൾക്ക് അല്ലാഹു തആല നൽകിയത്. രണ്ടാമതായി ബിശ്റുൽ ഹാഫി തങ്ങൾ പറഞ്ഞില്ലേ, വഖിദ്മതിക ലിസ്സാലിഹീൻ, സ്വാലിഹീങ്ങൾക്ക് ഖിദ്മത്ത് ചെയ്യാൻ അല്ലാഹു തആല അവസരം തന്നല്ലോ. അതുകൊണ്ടാണ് നിങ്ങൾക്ക് അല്ലാഹു വലിയ പവർ നൽകിയത് എന്ന് ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ എന്നോട് പറഞ്ഞു. ഇരിക്കട്ടെ, ഞാൻ പറഞ്ഞ വിഷയം എന്താണെന്നറിയോ? ആ ഷെയ്ഖ് ഹസൻ ഹസ്രത്തിന്റെ ഒരു സ്വഭാവം ഉസ്താദ് അവിടെ ഇങ്ങനെ കുറിച്ചു വെക്കുകയാണ്. രക്ഷിതാക്കൾ കേൾക്കാൻ വേണ്ടി ഞാൻ പറയാണ്. നമ്മൾ മാത്രം ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചാ പോരല്ലോ. അല്ലിമു ഔലാദകും മഹബ്ബത റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നിങ്ങളുടെ മക്കൾക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മഹബ്ബത്ത് ശരിക്കും പഠിപ്പിച്ചു കൊടുക്കണോ? 3 മക്കളാണ്. അവർക്ക് വേറെയും 2 മൂത്ത സഹോദരങ്ങൾ ഉണ്ടായിരുന്നു. കുട്ടിക്കാലത്ത് തന്നെ പഠിക്കാൻ പോയതാണ്. പക്ഷേ അവർ പിന്നെ മടങ്ങി വന്നില്ല. വീട്ടിൽ വല്ലാത്ത ദാരിദ്ര്യമാണ്. മരക്കപ്പുറത്തിരിക്കുന്ന ഉമ്മമാര് കേൾക്കാൻ വേണ്ടി ഞാൻ ഒന്നും കൂടി പറയാണ്. പക്ഷേ ആ ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് എന്നവരുടെ ഉമ്മാക്ക് വേണമെങ്കിൽ ഈ മോനെ അങ്ങ് ജോലിക്ക് പറഞ്ഞേക്കാമായിരുന്നു, കച്ചവടത്തിന് പറഞ്ഞേക്കാമായിരുന്നു. വേണ്ട, എന്റെ ഈ പൊന്നുമോൻ ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഹദീസ് കുട്ടികൾക്ക് ഓതി കൊടുക്കുന്ന മോനാകണോ. അതുകൊണ്ട് തന്നെ ആ മകനെ പഠിക്കാൻ പറഞ്ഞയച്ചു. അന്ന്
അവിടുന്ന് പറഞ്ഞേക്കാൻ കയ്യിൽ വേറെ ഒന്നുമില്ല. കുടുംബത്തിൽ നിന്ന് അനന്തര സ്വത്തായി ലഭിച്ച ഒരു വസ്തു ഉണ്ട്. അത് വിറ്റിട്ട് അതിൽ നിന്ന് കിട്ടിയ പൈസ കാശുകൊണ്ട് മോനെ എങ്ങ് പഠിക്കാൻ പറഞ്ഞേക്കുന്നു. ആ മോനാണ് പിന്നീട് ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് എന്ന പേരില് ബാഖിയാത്തിൽ സുൽത്താനുൽ ഉലമയെ പോലെയുള്ള മഹാന്മാർക്ക് മുഴുവനും നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഹദീസിന്റെ സമാഹാര ഗ്രന്ഥമായ സ്വഹീഹുൽ ബുഖാരി ഓതിക്കൊടുക്കുന്നത്. എന്നിട്ടോ ആ മഹാനവരികൾക്ക് ഒരു സ്വഭാവമുണ്ട്. അവരൊക്കെ സുന്നത്ത് ഫോളോ ചെയ്ത രംഗങ്ങൾ നിങ്ങളൊന്ന് ആലോചിച്ചു നോക്കൂ. അതൊക്കെ ചിന്തിക്കുമുണ്ടല്ലോ. ഒന്നും കൂടുതൽ പറയാൻ നേരമില്ല, ഞാൻ നിർത്താണ്. അതൊക്കെ ചിന്തിക്കുമ്പോ ഞാൻ എവിടെയും എത്തിയിട്ടില്ല, പിന്നെ ഞാൻ എവിടെയും എത്തിയിട്ടില്ല എന്നാ മനസ്സിലാവുക. ആ മഹാനവരികൾക്കുള്ള ഒരു സ്വഭാവം എന്താണെന്നറിയോ? ഉമ്മ മരക്കപ്പുറത്തുള്ള ഉമ്മമാരോട് ഞാൻ പറയാണ്, ഉണ്ടല്ലേ നാട്ടിൽ ഉമ്മമാരെ വിളിച്ചിട്ട് ഇങ്ങനെ വിഷയം പറയുമ്പോൾ വല്ലാത്ത രസമാണ്. അപ്പൊ ഇവിടെ ഉള്ളത് കൊണ്ട് ഇപ്പൊ വേണ്ടാന്ന് വെക്കണ്ട. ഉമ്മമാരോട് ഞാൻ പറയാണ്, ഈ മഹാനവരികളെ കുറിച്ച്, മഹാനവരികളെ ഉമ്മയാണ് ദർസി കിതാബുകൾ മുഴുവനും ഓതിക്കൊടുത്തത് സ്വന്തം ഉമ്മയാണ്. കാരണം ആ ഉമ്മ നല്ല കിതാബ് തരുന്ന ഉമ്മയായിരുന്നു എന്നാണ് ഉസ്താദിന്റെ ഈ പുസ്തകത്തിൽ ഉള്ളത്. അപ്പൊ ആ ഉമ്മയാണ് ദർസിന്റെ കിതാബുകളൊക്കെ ഓതിക്കൊടുത്തത് മോന് എന്നാ പറഞ്ഞത്. ആ മോനെ അങ്ങനെ വളർത്തിയപ്പോ ആ മകൻ ജീവിതത്തിൽ സുന്നത്തങ്ങ് ഫോളോ ചെയ്തു മാത്രമല്ല, നമ്മൾ സാധാരണഗതിയിൽ നെവർ മൈൻഡ് ചെയ്ത് കളയുന്ന ഒരു സുന്നത്തുണ്ട്, ഞാൻ പറയട്ടെ. ആ സുന്നത്ത് പോലും മഹാനവരികൾ ശ്രദ്ധിച്ചിരുന്നു എന്നാണ് ഉസ്താദ് പറയണത്. അതേതാ സുന്നത്ത് എന്നറിയോ? രാത്രി കിടന്നുറങ്ങുന്ന സമയത്ത് ഉളു എടുക്കണം. അല്ലാഹു നമുക്ക് ഭാഗ്യം തരണം, അല്ലേ? എന്നാ പിന്നെ ഇടയ്ക്കൊന്ന് ഉണരും. ഷുഗർ ഉണ്ടെങ്കിൽ പിന്നെ കേൾക്കും വേണ്ട, ഒന്ന് ഉണർന്നിട്ട് ഒന്ന് ടോയ്ലറ്റിലെല്ലാം പോയി വരും. എന്നാ ആ സമയത്ത് ചിലപ്പോ ഉളു എടുക്കാൻ മറക്കും. കാരണം ഔദ്യോഗിക വർക്കല്ലല്ലോ നമ്മൾ ചിന്തിക്കുക. അല്ലെങ്കിൽ ഇനി കുറച്ച് നേരം ഉണ്ടാവുള്ളൂ, പകുതി ഉറക്കങ്ങ് കഴിഞ്ഞല്ലോ, അത് ഉളുവോടുകൂടെ കിട്ടിയല്ലോ, ഇനിയിപ്പോ ചെറിയ ഉറക്കല്ലേ, അത് ഉളുവ് വേണമെന്നില്ല എന്നാ ചിന്തിക്കുക. അങ്ങനല്ല. ഷെയ്ഖ് ഹസൻ ഹസ്രത്ത് എന്താ ചെയ്യണമെന്നറിയോ? ആ പുസ്തകത്തിൽ പറയുന്നത് കാണാം, മഹാനവരികൾ ഇടയ്ക്ക് ഉറക്കണമെന്ന് എണീറ്റാൽ പോലും അദ്ദേഹം പിന്നെ ബാത്റൂമിൽ പോയാൽ, വാഷ്റൂമിൽ പോയാൽ, ടോയ്ലറ്റിൽ പോയാൽ അവിടുന്ന് വീണ്ടും വന്ന് കിടന്നുറങ്ങുന്ന സമയത്ത് ഉളുവ് ചെയ്തിട്ടല്ലാതെ വന്ന് കിടക്കാറില്ല. നിങ്ങളൊന്ന് ആലോചിച്ചു നോക്ക്. അവരെല്ലാം ജീവിതത്തിൽ സുന്നത്തുകൾ അങ്ങ് പകർത്തിയത് കൊണ്ട് വലിയ പദവിയിൽ അങ്ങ് എത്തിപ്പോയി. എനിക്കൊന്ന് ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളിലൊന്ന് എത്തിച്ചേരേണ്ടതുണ്ടല്ലോ. ഇവിടെ ഇപ്പൊ നീട്ടി പറയാൻ സമയമില്ല. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇവിടുന്ന് വെറുതെ അങ്ങ് കൂടിയത് കൊണ്ട് മാത്രമായില്ല, പിരിഞ്ഞു പോയത് കൊണ്ട് മാത്രമായില്ല. ഹുബ്ബുൻ നബിയ്യി വമദ്ഉഹു ഖൈറുൽ അമൽ വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിക്കുകയും തങ്ങളെ മദ്ഹ് പറയുകയും ചെയ്യുക എന്നത് ഖൈറുൽ അമൽ, അമലുകളിൽ വെച്ച് ഏറ്റവും ഖൈറായ അമലാണ്. വഅസൽ ഇലാഹു ബിഹി യുബല്ലിഗുൽ അമൽ. അതുകൊണ്ട് നമ്മുടെ ആഗ്രഹങ്ങൾ അല്ലാഹു തആല സാധിപ്പിച്ചു തരൂ എന്ന് പാടി പറഞ്ഞതാരാണ്? കേരളത്തിൽ മറപ്പെട്ട് കിടക്കുന്ന വെളിയങ്കോട് ഉമർ ഖാദി റഹിമഹുല്ലാഹ്. ആ മഹബ്ബത്ത് ഖൽബിൽ കൊണ്ട് നടക്കണം. എപ്പോഴും ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ അങ്ങ് മദ്ഹ് പറയണം. പ്രയാസമില്ലെങ്കിലും എണീറ്റ് നിൽക്കുമോ? ആരും ഇങ്ങോട്ട് വരണ്ട, അവിടെ നിന്നാ മതി. ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഇവിടുന്ന് മദീനയിൽ പോകണം. ഇവിടെ നിന്നുകൊണ്ട് മദീനയെ ഒന്ന് കാണണം. ആ മദീനയെ അനുഭവിക്കണം. ആ മദീനയെ ഉൾക്കൊള്ളണം. എത്രയാണ് മുൻഗാമികൾ മദീനയെ പ്രണയിച്ചത്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവരികളുടെ അരികിൽ ആരെങ്കിലും വന്നിട്ട് ഞാനൊന്ന് മദീനയിൽ പോയി വരാമെന്ന് പറഞ്ഞാൽ മഹാനവരികൾ അവിടുന്ന് പറയാണ്, എന്റെ ഒരു അസ്സലാമു അലൈക യാ റസൂലല്ലാഹ് സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അങ്ങനെ എന്റെ ഒരു സലാം പറയുമോ? ആര്
എന്ന് പറഞ്ഞാലും മഹാനവരികൾ അതങ്ങ് സലാം പറഞ്ഞയക്കുമെന്നാ പറഞ്ഞത്. അത് മഹാനവരികളുടെ പ്രത്യേകതയാണ്. എന്നാൽ മഹാനവരികളെങ്കാലും മദീനയിൽ പോയാൽ ആ മദീന വിട്ട് മടങ്ങാൻ തോന്നൂല. ആർക്കെങ്കിലും തോന്നാറുണ്ടോ? വേറെ ഏത് സ്ഥലത്ത് ചെന്നാലും ഒന്ന് മടങ്ങി നാട്ടിലെത്തണമെന്ന ആഗ്രഹമല്ലേ കൽബിൽ വരുന്നത്? ഒന്നുമ്മാനെ കാണണമെന്നല്ലേ ആഗ്രഹിക്കുന്നത്? പാപ്പാനെ കാണണമെന്നല്ലേ, ഭാര്യ മക്കളെ കാണണമെന്നാണല്ലോ. എന്നാൽ ലോകത്തൊരൊറ്റ ഇടമല്ലേ ഉള്ളൂ. പോയാൽ ഇനി തിരിച്ച് നാട്ടിലെത്തണമെന്ന് ചിന്തിക്കാത്ത, നാട്ടിലെത്തേണ്ടതില്ലെന്ന് ആഗ്രഹിക്കുന്ന ഒരൊറ്റ മണ്ണല്ലേയുള്ളൂ. അത് മദീനത്തു റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മദീനയാണല്ലോ. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് തങ്ങൾ പറയാണ്, മദീന വിട്ട് നാട്ടിലേക്ക് മടങ്ങുന്ന സമയത്ത് തേങ്ങിക്കരഞ്ഞാ മാത്രം പോരാ, ഒരു ദുആ നടത്താൻ മറന്നു പോകരുത്, ഒരു ദുആ ചെയ്യാൻ മറന്നു പോകരുത്. മദീനയിൽ പോകുന്നു, സിയാറത്ത് ചെയ്യുന്നു, സ്വലാത്തുകൾ ചൊല്ലുന്നു, നിസ്കരിക്കുന്നു. ഇനി ആ മദീന വിട്ട് നാട്ടിലേക്ക് മടങ്ങാണ്. സുബ്ഹാനല്ലാഹ്, മദീനയിൽ നിന്ന് മടങ്ങുമ്പോ വീണ്ടും അതാ മടത്തിരിഞ്ഞങ്ങ് നോക്കുന്നു, പച്ചക്കുപ്പയെ നോക്കുന്നു, അതാ മദീനത്തെ പള്ളിയെ നോക്കുന്നു, ഹറമിനെ അങ്ങ് നോക്കുന്നു. അവസാനം അതാ മടങ്ങുന്ന സമയത്ത് ഇനി ഒരു ദുആ ചെയ്യുകയാണ്. ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു മഹാനവറുകൾ അവിടുന്ന് ദുആ ചെയ്യുകയാണ്. അല്ലാഹുവേ, ഈ മദീനക്കൊരു സ്വഭാവമുണ്ട്. ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, അൽ മദീനതു തംഫീ ഖബതഹാ. മദീനക്കൊരു സ്വഭാവമുണ്ട്. മദീനയിൽ മോശക്കാരുണ്ടാകൂല, ജനങ്ങളിലെ തെമ്മാടികൾ മദീനയിൽ ഉണ്ടാകൂല. മദീനയിൽ അത്തരക്കാരുണ്ടെങ്കിൽ മദീന അവരെ പുറത്തു കൊണ്ടുവരൂ, അവരെ മദീനയിൽ നിൽക്കാൻ മദീന വിടൂല. ആ മദീനക്ക് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അപ്പൊ ഞാനങ്ങ് മദീനയിൽ നിന്ന് മടങ്ങുമ്പോ ഉമർ ഇബ്നു അബ്ദുൽ അസീസ് റളിയല്ലാഹു അൻഹു പറയാണ്, അതേ മഹാനവരുകൾ അവിടുന്ന് കരയുകയാണ്. മദീന വിട്ട് മടങ്ങുമ്പോ പിരിയുമ്പോ കരയുകയാണ്. എന്നിട്ട് അവിടുന്ന് ഒരൊറ്റ ദുആ, അല്ലാഹുമ്മ ഇന്നി ലഅഖ്ശാ അൻ നകൂന മിമ്മൻ നഫത്തിൽ മദീന. അതേ തെമ്മാടികളെ മദീനയിൽ നിന്ന് മദീന പുറത്താക്കുമെന്ന് പറഞ്ഞില്ലേ, ആ കൂട്ടത്തിൽ എന്നെ നീ പെടുത്തരുതല്ലാ. ഞാനങ്ങ് മദീന വിട്ട് പോകണമെന്നാണ് പോകണത്, അല്ലാതെ മദീനയെ വെറുത്തിട്ടല്ല. ആ മദീന പുറത്താക്കുന്ന കൂട്ടത്തിൽ നീ എന്നെ ഒന്ന് പെടുത്തല്ലേ അല്ലാ. അവരെങ്ങനെയാണ് മദീനയെ സ്നേഹിച്ചത് അറിയുമോ ഉമ്മമാരെ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ജീവിക്കുന്ന സമയമാണ്. ഒരു മഹദി ആയിഷ ബീവി റളിയല്ലാഹു അൻഹയുടെ അരികിൽ വന്നു. എന്നിട്ട് ആയിഷ ബീവി റളിയല്ലാഹു അൻഹയോട് പറയാണ്, ആയിഷ ഉമ്മ, ഞാൻ നിങ്ങളോട് ഒരു ആവശ്യം പറഞ്ഞാൽ അതൊന്ന് പൂർത്തീകരിച്ചു തരുമോ? ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ചോദിച്ചു, എന്താണ് ആവശ്യം? എനിക്ക് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് ഒന്ന് കാണിച്ചു തരുമോ? അതാണ് എന്റെ ആഗ്രഹം. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ ഫകശഫത്, ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ ഖബർ ശരീഫ് അങ്ങ് കാണിച്ചു കൊടുക്കുന്നു. ഫബകത്ത്, കണ്ടപാട് ഈ മഹദി അങ്ങ് കരയാൻ തുടങ്ങി. ഹത്താ മാതത്, ഇനി എനിക്ക് ഇവിടെ ജീവിക്കേണ്ടതില്ല. എന്റെ ഏറ്റവും വലിയ ആഗ്രഹം ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഞാനങ്ങ് കണ്ടിട്ടില്ലല്ലോ, അവിടുത്തെ ഖബർ ശരീഫ് ഒന്ന് കാണണമെന്നായിരുന്നു ആഗ്രഹം. അത് റബ്ബേ നീ എനിക്ക് സാധിപ്പിച്ചു തന്നല്ലോ. ഇനി എനിക്ക് ഇവിടുത്തെ ജീവിതം വേണ്ട.
അവിടുന്ന് ഖബർ ശരീഫിന്റെ അരികിൽ വെച്ച് ആ മഹദി അങ്ങ് മരിക്കുകയാണ്, ലോകത്തോട് വിട പറയുകയാണ്. ഈമാനുള്ള സ്നേഹജനങ്ങളെ, അങ്ങനെ ഞങ്ങൾക്ക് സാധിക്കുമോ അറിയില്ല, മദീനയിൽ പോയി മരിക്കാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ നമുക്കൊരു വിശ്വാസമുണ്ടല്ലോ, എവിടെ വെച്ച് മരിച്ചാലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു, ഞാൻ എന്റെ കർണാടകയിലെ എന്റെ സ്റ്റേറ്റിൽ മരിച്ചാലും നിങ്ങളെ കേരളത്തിൽ മരിച്ചാലും എവിടെന്ന് മരിച്ചാലും മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു ഹബീബായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ദീനീ പ്രബോധനത്തിന് വേണ്ടി യമനിലോട്ടങ്ങ് പറഞ്ഞയക്കുമ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മഹാനവരുകളോട് പറഞ്ഞില്ലേ, യാ മുആദ്, നിങ്ങൾ ഇതാ ഇപ്പൊ യമനിലോട്ട് പോവാണ്, ഞാനാണ് പറഞ്ഞേക്കുന്നതെന്നറിയാം. പക്ഷേ ഇന്നക അസാ അല്ലാ തൽഖാനി ബഅദ ആമി ഹദാ, ഈ കൊല്ലം കഴിഞ്ഞാൽ നിങ്ങൾ വീണ്ടും മദീനയിലോട്ട് വരുമ്പോ ഞാനങ്ങ് ജീവിച്ചിരിപ്പുണ്ടാകണമെന്ന് ഉറപ്പില്ലല്ലോ. അതേ, ചിലപ്പോൾ നിങ്ങൾ യമനിൽ നിന്ന് മദീനയിലോട്ട് മടങ്ങി വരുമ്പോ എന്റെ മദീനത്തെ പള്ളിയുടെ അരികിലൂടെ വിട്ട് കടക്കുന്നതാകാം, എന്റെ ഖബർ ശരീഫിന്റെ അരികിലൂടെ വിട്ട് കടക്കുന്നതാകാം. ഇത് പറഞ്ഞതേയുള്ളൂ. മുആദ് ഇബ്നു ജബൽ തങ്ങൾക്ക് ഇത് താങ്ങാൻ കഴിയുന്നില്ല. അവിടുന്ന് കരയുകയാണ്. എന്തിനാണ് കരയുന്നത്? ഓ ചെറുപ്പക്കാരെ, കരളിന്റെ കഷ്ണങ്ങളായ ഈമാനുള്ള യുവാക്കള്, മദീനത്തെ പർവ്വതമായ ഉഹദ് പർവ്വതം കുലുങ്ങിയ ചരിത്രം ഇമാം ബുഖാരി റളിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്തില്ലേ? ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഉഹദ് പർവ്വതത്തിൽ അങ്ങ് കയറി നിന്നപ്പോ, ആ പർവ്വതം അങ്ങ് കുലുങ്ങിയപ്പോ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞില്ലേ, ഉസ്ബുത് യാ ഉഹദ്, ഉഹദേ ഒന്ന് ഉറച്ചു നിന്നോളണം, അനങ്ങിപ്പോകരുത്. കാരണം ഫഇന്നമാ അലൈക നബിയ്യു, നിങ്ങളെ പുറത്തുള്ളത് ഒന്ന് നബിയായ ഞാനാണ്, മറ്റൊന്ന് സിദ്ദീഖുൽ അക്ബർ തങ്ങളാണ്. ഇങ്ങനെ ഓരോന്നും പറയാണ്. അവിടെ പണ്ഡിതന്മാർ പറഞ്ഞു, എന്തേ ഉഹദ് പർവ്വതം അങ്ങ് കുലുങ്ങിയത്? അത് മഹബ്ബത്തൻ ലിറസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ ഒന്ന് കാണുന്നതിനോടുള്ള കൊതി കൊണ്ടാണ് ഉഹദ് പർവ്വതം കുലുങ്ങിയത് എന്ന് ബുഖാരി ഇമാം റിപ്പോർട്ട് ചെയ്ത ഈ ഹദീസിന്റെ പണ്ഡിതന്മാരും അയിമ്മത്തും വ്യാഖ്യാനം നൽകിയില്ലേ? ചെറുപ്പക്കാരെ, യുവാക്കളെ, ഇങ്ങനെ എത്ര സംഭവങ്ങളാ പറയാനുള്ളത്. ആ മുആദ് ഇബ്നു ജബൽ തങ്ങൾ ഒരു ഉഹദ് പർവ്വതം അങ്ങനെ കുലുങ്ങണമെങ്കിൽ മുആദ് ഇബ്നു ജബൽ റളിയല്ലാഹു അൻഹു മഹാനവരുകളുടെ സ്ഥിതി എന്തായിരിക്കും, അവസ്ഥ എന്തായിരിക്കും? കരഞ്ഞുപോയി. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളില്ലാത്ത ഒരു ജീവിതം ഉൾക്കൊള്ളാൻ കഴിയുന്നില്ല, അത് താങ്ങാൻ കഴിയുന്നില്ല. അവിടുന്ന് അങ്ങ് കരഞ്ഞുപോയി. ലിഫിറാഖി റസൂലില്ലാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ വേർപാടിനെ ഓർത്ത് കരഞ്ഞതാണ്. പക്ഷേ ഉടനെ ഹബീബായ തങ്ങൾ ആശ്വസിപ്പിക്കുകയാണ്. അതാണ് എനിക്ക് എന്നോടും നിങ്ങളോടും ഇന്നത്തെ ഇവിടത്തെ വഅദ് നിർത്തുമ്പോ പറയാനുള്ളത്. ഇന്ന ഔലന്നാസി ബി അൽമുത്തഖൂൻ മൻ കാനൂ വഹൈസു കാനൂ. നിങ്ങൾ എവിടെ ജീവിച്ച് മരിച്ചവരാണെങ്കിലും നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ടതില്ല, വിഷമിക്കേണ്ടതില്ല. എന്നോട് ഏറ്റവും ബന്ധമുള്ളവരാരാണ്? അൽമുത്തഖൂൻ, തഖ്വയിൽ അധിഷ്ഠിതമായി ജീവിച്ചവരാണ്, കള്ളുകുടിക്കാത്തവരാണ്, വ്യഭിചരിക്കാത്തവരാണ്, അവിഹിത ബന്ധം സ്ഥാപിക്കാത്തവരാണ്, ഒരു നേരത്തെ നിസ്കാരവും ഖളാ ചെയ്യാത്തവരാണ്, മുതലാളിയെ പറ്റിച്ച് പൈസ ഉണ്ടാക്കാത്തവനാണ്, അതേ തൊഴിലാളിയെ പരിഗണിച്ച് സമയത്ത് ശമ്പളം കൊടുക്കാത്ത മുതലാളിമാരിൽ പെട്ടുപോകാതെ ജീവിച്ചവരാ. മൻകാനു, അവർ അറബികളായാലും ശരി അനറബികളായാലും
ഷാർജയിലുള്ളവരായാലും ശരി, വഹൈസു കാനൂ, അവരെ ഷാർജയിലുള്ളവരായാലും ശരി, യുഎഇയുടെ ഏത് ഭാഗത്തുള്ളവരായാലും ശരി, കേരളക്കാരനായാലും ശരി, കർണാടകക്കാരനായാലും ശരി, വഹൈസു കാനൂ. അതുകൊണ്ടാണ് താജുശ്ശരീഅ കാസർഗോഡ് ജില്ലക്കാർക്ക് അറിയാമല്ലോ, അല്ലാത്തവർക്കും അറിയാമല്ലോ. ബഹുമാനപ്പെട്ട താജുശ്ശരീഅ ശൈഖുനാ ശരിയ ഉസ്താദ്, അല്ലാഹു ദർജ വർദ്ധിപ്പിക്കട്ടെ, അവിടെ എന്താ പറയുന്നത്? അതേ, നമ്മുടെ മുത്തായ പൊന്നു മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളോടൊന്ന് പറഞ്ഞാൽ അവിടുന്ന് മുത്തു സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കൈവിടൂല്ല. എന്നിട്ട് മഹാനവരികൾ പറയാണ്, അതേ, ഒരു പ്രസവം നടക്കുന്നു എന്നറിയുമ്പോഴേക്ക് ഒരു കുട്ടിയുടെ ഉമ്മാമ ഓടി വരൂല്ലേ? എന്നിട്ടോ ആ പ്രസവത്തിന് കിടക്കുന്ന കുട്ടിയെ, അതാ ആ പെൺകുട്ടിയെ ഉമ്മാമയങ്ങ് വല്യുമ്മയങ്ങ് തടവി കൊടുക്കുന്നു. ഓതി പറയേണ്ടതൊക്കെ ഓതി പറയുന്നു, ചൊല്ലി പറയേണ്ടതൊക്കെ ചൊല്ലി പറയുന്നു, ദുആ ചെയ്യുന്നു, പുറം തടവി കൊടുക്കുന്നു, വയറ് തടവി കൊടുക്കുന്നു. എന്നാൽ ഇതുപോലെ ശരിയ ഉസ്താദ് പറയാണ്, ഇതുപോലെ ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ ഉമ്മത്തിൽപ്പെട്ട ഒരാൾ മരിക്കാൻ കിടക്കുമ്പോ വല്ലാത്ത ബേജാറാണല്ലോ അത്. ഉമ്മത്ത് മുഴുവനും സ്വർഗത്തിൽ പോകണമെന്ന് ആഗ്രഹിച്ച ആഗ്രഹമാണല്ലോ അത്. ആ ബേജാറിന്റെ സമയം ലോക നേതാവായ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബേജാറിന്റെ രംഗം ഇങ്ങനെ നോക്കി നിൽക്കുവോ? ഒരിക്കലുമില്ല. ശൈഖുനാ താജുശ്ശരീഅ ശരിയ ഉസ്താദ് പറയാണ്, ഒരിക്കലും ആ ബേജാറിന്റെ രംഗം നോക്കി നിൽക്കൂല. ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം ആ ബേജാറിന്റെ സമയത്ത് ഉമ്മത്തിൽപ്പെട്ട ഒരാളങ്ങ് മരിക്കാൻ കിടക്കുമ്പോ എന്റെ ഈ സ്പർശനം കൊണ്ട് ആ മയ്യത്തങ്ങ് രക്ഷപ്പെടുകയാണെങ്കിലോ എന്ന് കരുതിയിട്ട് മയ്യത്തങ്ങ് തടകി കൊടുക്കുന്നു. ഏറ്റവും ചുരുങ്ങിയത് ആ ഒരു സൗഭാഗ്യം എനിക്ക് ലഭിക്കണം, നിങ്ങൾക്ക് ലഭിക്കണോ? അതിന് ഖൽബിൽ മഹബ്ബത്ത് വെച്ച് ധാരാളം സ്വലാത്തുകൾ അധികരിപ്പിച്ച് ജീവിച്ച് മരിക്കണമെന്ന് മാത്രം സാധുവായ ഞാൻ എന്റെ അമ്മാരത്തായ നഫ്സിനോടും നിങ്ങളോടും ഓർമ്മപ്പെടുത്തി. ഷാർജ ICF സെൻട്രൽ സംഘടിപ്പിച്ച ഈ മീലാദ് പ്രഭാഷണം ഞാൻ തൽക്കാലം അവസാനിപ്പിക്കുന്നു. അർഹമുർ റഹീമീനായ അല്ലാഹ്, സാധുക്കളായ ഞങ്ങൾക്ക് നീ അതിനെ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. എല്ലാവരും ഇവിടെ തന്നെ ഇരിക്കുക, നീ തൗഫീഖ് ചെയ്യണം റഹ്മാനേ. ഈ സദസ്സ് നീ അതിനെ കാരണമാക്കണം റഹ്മാനേ. മുഅ്മിനീങ്ങളെ, ഞാൻ എന്റെ സംസാരം അവസാനിപ്പിക്കുകയാണ്. ഏതായാലും നമ്മൾ ഇത്രയും നേരം ഇവിടെ ഇരിക്കുകയാണ്. ഷീറിനുണ്ടല്ലേ? ഷീറിനുണ്ട്. അല്ലാഹു തആല അതിലൊക്കെ ശിഫാ നൽകട്ടെ. കഴിക്കണമെന്നൊക്കെ അല്ലാഹു നല്ല ശിഫാ നൽകട്ടെ. മുത്തനബി സല്ലല്ലാഹു അലൈഹി വസല്ലം മദ്ഹുകളൊക്കെ ഇവിടെ പറഞ്ഞല്ലോ. മൗലിദ് പാരായണം കഴിഞ്ഞു, എല്ലാം കഴിഞ്ഞു. ഇനി ദുആ ചെയ്ത് പിരിയാൻ മാത്രം ബാക്കിയാണ്. അല്ലാഹു നമ്മുടെ സദസ്സ് നമ്മിൽ നിന്ന് ഖബൂൽ ചെയ്യട്ടെ. മഹാന്മാർ പറയാണ്,